നമസ്കാരം, എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ മെഗാ മാരത്തോണുമായി ബന്ധപ്പെട്ട് കേരള ചരിത്രത്തിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിരുന്നു. ഓക്കെ, അതിൻ്റെ PDF വായിച്ചു, അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഈ രണ്ടാമത്തെ പാർട്ട് കൊണ്ട് നമ്മൾ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിലെ മുഴുവൻ ഏരിയയും കവർ ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി അല്ലെങ്കിൽ ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, അതിൽ ഉറപ്പായും ഒരു ചോദ്യം കാണും. ആ ചോദ്യം ക്ഷേത്ര പ്രവേശന വിളംബരം എന്നറിയപ്പെടുന്ന ഏരിയ ആയിരിക്കും. 99.9% ഉറപ്പ്. കാരണം ഇവിടെ മത്സര പരീക്ഷയുടെ മുഴുവൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചു. ആ ചോദ്യങ്ങളിലെല്ലാം തന്നെ ക്ഷേത്ര പ്രവേശന വിളംബരം എന്നറിയപ്പെടുന്ന ഒരു ഏരിയ കാണും. അപ്പൊ നമുക്ക് വേണ്ടത് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ വർഷം 1936 നവംബർ 12. ഈ പറയുന്ന വിളംബരങ്ങൾ മാത്രം പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, തിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്ത്, തിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ജാതി മതസ്ഥർക്കും തുറന്നു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ ആളുകൾക്കും പ്രവേശനം സാധ്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വിളംബരമാണല്ലോ ക്ഷേത്ര പ്രവേശന വിളംബരം. 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. തിരുവിതാംകൂറിൽ 1836 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1836 വൈകുണ്ഠസ്വാമികൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തിരുവിതാംകൂറിൽ ആദ്യമായി ക്ഷേത്ര പ്രവേശന സാധ്യമാക്കണം എന്ന് പറഞ്ഞത്. 1836. 100 വർഷം കഴിഞ്ഞു. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശനം സാധ്യമാക്കുന്നത്. അപ്പൊ 1836 വൈകുണ്ഠസ്വാമി പറഞ്ഞതിന് ശേഷം 100 വർഷം എടുത്തു തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശനം സാധ്യമാക്കാൻ. അപ്പൊ ക്ഷേത്ര പ്രവേശന വിളംബരം 1936 നവംബർ 12. 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, കേരളത്തിലെ ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഒരു ചോദ്യം. ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയതാരാണ്? അവതരിപ്പിച്ചതാണ്. രണ്ടാമത്തെ ചോദ്യം. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയതാരാണ്? മൂന്നാമത്തെ ചോദ്യം. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചതാരാണ്? ഇങ്ങനെ 4 ചോദ്യങ്ങളാണ് മത്സര പരീക്ഷയിൽ നമ്മളെ കുഴപ്പിച്ച് കളയുന്നത്. ഒന്ന്, കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് TK മാധവനാണ്. കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് TK മാധവനാണ്. ഇനി ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രമേയം, വീണ്ടും ആവർത്തിക്കുന്നു, ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയത്, അവതരിപ്പിച്ചത്, ഇത് രണ്ടും TK മാധവനാണ്. ഞാൻ പറയുന്ന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷേത്രപ്രവേശന പ്രമേയം ഇംഗ്ലീഷിൽ ആരെങ്കിലും പഠിക്കുവാണെങ്കിൽ ടെമ്പിൾ എൻട്രി റെസൊല്യൂഷൻ, അത് എഴുതിയതും അവതരിപ്പിച്ചതും ആര് തന്നെ? TK മാധവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകന. ഇനി അവിടെ നമ്മളെ കുഴപ്പിക്കും. ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതി അവതരിപ്പിച്ച് അത് പാസ്സായി വർഷങ്ങൾ കഴിഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരമാകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, TK മാധവൻ എന്ന നവോത്ഥാന നായകന്റെ ജീവിത കാലഘട്ടം പഠിക്കുമ്പോൾ അദ്ദേഹം 1930 മരിക്കുക. അപ്പൊ 30 മരിക്കുന്നതിന് മുമ്പേ ഈ പറഞ്ഞ ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതി അവതരിപ്പിച്ചതുണ്ട് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ. അതിന്റെ പശ്ചാത്തലത്തിൽ 1936 ഇനിയും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയില്ല എങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ മതപരിവർത്തനം നടത്തും എന്നും പറഞ്ഞ് 1936 CV കുഞ്ഞിരാമൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഒരു പ്രധാനപ്പെട്ട മുന്നേറ്റം നടത്തും. അതിന്റെ പേരാണ് മതപരിവർത്തന പ്രക്ഷോഭം. ഈ മതപരിവർത്തന പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ CV കുഞ്ഞിരാമൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഇനിയും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയില്ലെങ്കിൽ ഞങ്ങൾ മറ്റു മതത്തിലേക്ക് പരിവർത്തനം നടത്തും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നത്. അവിടെയും ചോദ്യം ആവർത്തിക്കുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയത് ഉള്ളൂരും ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുമാണ്. 3 ചോദ്യമാണ്. ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ. ക്ഷേത്രപ്രവേശനം സാധ്യമാക്കാൻ വേണ്ടി 1936 മതപരിവർത്തന പ്രക്ഷോഭം നടത്തിയത് അത് CV കുഞ്ഞിരാമൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയത് ഉള്ളൂരസ് പരമേശ്വരയ്യരാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമുണ്ട്. ഇത് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ കാര്യമാണ് പറയുന്നത്. ഈ പറഞ്ഞ ക്ഷേത്രപ്രവേശന വിളംബരത്തെ
3 പേരുകളിൽ 3 വിശേഷണങ്ങൾ കൊടുക്കും പ്രധാനപ്പെട്ട 3 വ്യക്തികൾ. ഒന്ന്, TK വേലുപ്പിള്ള എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, മലയാളിയാണ്. TK വേലുപ്പിള്ള എന്നറിയപ്പെടുന്ന നവോത്ഥാന വ്യക്തിത്വം ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ, തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ എഗ്രിമെന്റ്, തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് അത് TK വേലുപ്പിള്ളയാണ്. ഇനി ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്നും ആര് വിശേഷിപ്പിച്ചു? ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഒരു പ്രത്യേകതയും കൂടെ, 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരത്തെ രക്തരഹിത വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് അത് C രാജഗോപാലാചാരിയാണ്. മറക്കരുത്, P രാജഗോപാലാചാരി ഉണ്ട്, C രാജഗോപാലാചാരി ഉണ്ട്. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വമായ ഭാരതരത്ന പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ 3 പ്രധാനപ്പെട്ട വ്യക്തികൾക്കാണ് ഇന്ത്യയിൽ ആദ്യമായി ഭാരതരത്ന കിട്ടുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായ ഇന്ത്യയിൽ ആദ്യത്തെ ഭാരതരത്ന ജേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് C രാജഗോപാലാചാരി. അദ്ദേഹമാണ് എങ്ങനെ വിശേഷിപ്പിച്ചത്? 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരത്തെ രക്തരഹിത വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളയാണ്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നും ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നൊക്കെ വിശേഷണമുള്ളത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അങ്ങനെ അതിനെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണല്ലോ. ഇനി അവിടെ അപരനാമങ്ങളുണ്ട്, നമ്മൾ പഠിക്കും. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നീ സവിശേഷതകൾ അല്ലെങ്കിൽ എന്നീ അപരനാമങ്ങൾ അറിയപ്പെടുന്ന സംവിധാനമാണ് അല്ലെങ്കിൽ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തിരുവിതാംകൂറിലെ കർഷക മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? തിരുവിതാംകൂറിലെ കർഷക മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ പേര് അത് ആയില്യം തിരുനാളാണ്. അത് വേറെ, ഇത് വേറെ. അപ്പൊ തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നീ വിശേഷണങ്ങളുള്ളത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഞാൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. ഒറ്റ ലോജിക്ക് മാത്രം ഈ പറഞ്ഞ ക്ഷേത്രപ്രവേശന വിളംബരം നമ്മൾ കിട്ടിയല്ലോ. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി ഇതേപോലെ ക്ഷേത്രപ്രവേശന വിളംബരം 2 ഭൂപ്രദേശത്തുണ്ട്. ഒന്ന് മലബാർ എന്നറിയപ്പെടുന്ന സ്ഥലത്തും കൊച്ചി എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്തും ക്ഷേത്രപ്രവേശന വിളംബരം സാധ്യമാക്കണം. അപ്പൊ മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1947 ജൂൺ 2-നും കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1947 ഡിസംബർ 20-നുമാണ്. ഇത്രയും വസ്തുതകൾ വളരെ വ്യക്തമായി നിങ്ങൾ പഠിക്കണം. ഞാൻ തുടക്കം മുതലേ പറയുന്നു, 1836 വൈകുണ്ഠസ്വാമികൾ തുടങ്ങിയ അല്ലെങ്കിൽ ആ പറയുന്ന വൈകുണ്ഠസ്വാമി എന്ന നവോത്ഥാന നായകൻ പറഞ്ഞതാണ് തിരുവിതാംകൂർ ആദ്യമായി ക്ഷേത്രപ്രവേശനം സാധ്യമാക്കണം. അദ്ദേഹം പറഞ്ഞ് 100 വർഷം എടുത്തു ഈ പറയുന്ന നവോത്ഥാന കേരളത്തിൽ ക്ഷേത്രപ്രവേശനം സാധ്യമാക്കാൻ. അപ്പൊ മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം 1947 ജൂൺ 2, കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം 1947 ഡിസംബർ 20. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മത്സര പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കുറേയേറെ പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. ഒന്നാമത്തത് പട്ടിണി ജാഥയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പട്ടിണി ജാഥ എന്തിനു വേണ്ടിയുള്ളതാ? ഒന്നാമത്തെ വസ്തുത നമുക്ക് കിട്ടണം. അത് PYQ ആണ്. പട്ടിണി ജാഥ ആര് സംഘടിപ്പിക്കുന്നു? പട്ടിണി ജാഥ ഏത് വർഷമാണ് സംഘടിപ്പിക്കുന്നത്? പട്ടിണി ജാഥയിൽ എത്ര പേര് പങ്കെടുത്തു? ഈ 4 പ്രധാനപ്പെട്ട വസ്തുതയാവുമ്പം ഒരു ഏരിയ കവർ ആവുക. അപ്പൊ നമുക്ക് വേണ്ടത് 1936 പട്ടിണി ജാഥ സംഘടിപ്പിക്കുന്നത്. ഈ പട്ടിണി ജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായകന്റെ പേര് AK ഗോപാലൻ എന്നാണ്. വർഷം
1936. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം സംഘടിപ്പിച്ചത് AK ഗോപാലനാണ്. വളരെ ഇമ്പോർട്ടന്റ്. ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയുടെ പേര് AK ഗോപാലൻ എന്നാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ, മറക്കല്ലേ, ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ എന്നാണ് AK ഗോപാലന്റെ പൂർണ്ണമായ നാമധേയം. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ പട്ടിണിജാഥ ഏത് വർഷമാണ്? 1936. ഇനി എന്തിനു വേണ്ടിയാണ് പട്ടിണിജാഥ? വേറെ ഒന്നുമില്ല, മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ ശോചനീയാവസ്ഥ, മലബാർ പ്രദേശത്തെ ജനജീവിതത്തിന്റെ, എന്റെയും നിങ്ങളുമൊക്കെ മലബാർ പ്രദേശത്തുള്ള ആളുകളാണെങ്കിൽ അവരുടെ എല്ലാം ഈ പറഞ്ഞ ജനജീവിതം, അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ശോചനീയാവസ്ഥ ആരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം? മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നടത്തിയ ജാഥയുടെ പേരാണ് പട്ടിണിജാഥ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് ഹങ്ങർ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഹങ്ങർ മാർച്ച് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. പട്ടിണിജാഥ എന്ന് ഓർത്തു വെക്കുക. 1936 AK ഗോപാലനാണ് പട്ടിണിജാഥ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ജാഥയാവുമ്പം ഒരു തുടക്ക സ്ഥലം കാണും, ഒരു അവസാന സ്ഥലം കാണും. കണ്ണൂരിൽ നിന്ന് മദ്രാസ് വരെയാണ് ഈ പറയുന്ന പട്ടിണിജാഥ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, മദ്രാസ് നഗരത്തിന്റെ ശില്പി ആരാണ്? മദ്രാസ് നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. മദ്രാസ് നഗരത്തിന്റെ ശില്പി ഫ്രാൻസിസ് ഡേയും പുതുച്ചേരി നഗരത്തിന്റെ ശില്പി ഫ്രാങ്കോയിസ് മാർട്ടിനുമാണ്. അത് ഓർത്തു വെക്കുക. അപ്പൊ പട്ടിണിജാഥ 1936 നടത്തി. AK ഗോപാലനാണ് നടത്തിയത്. എവിടം മുതൽ എവിടം വരെ? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ഇനി ഒരു ചോദ്യം കൂടെ ഓർത്തു വെക്കണം. ഈ പട്ടിണിജാഥയിൽ 32 ആളുകൾ ഉണ്ടായിരുന്നു. അതൊന്ന് ഓർത്തു വെക്കണേ. ഈ പട്ടിണിജാഥ എത്ര പേരാ ഉണ്ടായിരുന്നത്? 32 പേരുണ്ടായിരുന്നു. ആരാ സംഘടിപ്പിക്കുന്നത്? AK ഗോപാൽ. ഇവിടെ AK ഗോപാലിനെ പറ്റി പഠിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുഴഞ്ഞു പോകും. ഒന്ന്, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനും അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയുമാണ്. രണ്ട് ചോദ്യമാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനും അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഇനി അവിടെ ചോദ്യം ചോദിക്കും നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി. അവിടെ AK ഗോപാലനുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ജാഥ ക്യാപ്റ്റൻ അത് സുബ്രഹ്മണ്യൻ തിരുമുമ്പുവ. രണ്ട് ചോദ്യമാണ്. അപ്പൊ പട്ടിണിജാഥ 1936 സംഘടിപ്പിക്കുന്നു. ആര് സംഘടിപ്പിക്കുന്നു? AK ഗോപാലൻ. ഇവിടം മുതൽ ഇവിടം വരെ, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് എത്ര പേര് പങ്കെടുത്ത്? 32 ആളുകൾ പങ്കെടുത്തു. അതൊന്ന് ഓർത്തു വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത സമരത്തിലേക്ക് പോകുന്നു. കല്ലറ പാങ്ങോട് സമരം 1938 നടന്ന സമരമാണ്. ആ സമരത്തെ പറ്റിയുള്ള പോയിന്റ്, കടയ്ക്കൽ പ്രക്ഷോഭത്തെ പറ്റിയുള്ള പോയിന്റ്, ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ പറ്റിയുള്ള പോയിന്റ് ആകുമ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ PSC മത്സര പരീക്ഷയിൽ ഇന്നേ കാലം വരെ ചോദിച്ച പ്രധാനപ്പെട്ട കണ്ടന്റുകളാകും. അപ്പൊ അതിലേക്ക് പോകാം നമുക്ക്. കല്ലറ പാങ്ങോട് സമരം 1938. അപ്പൊ നോക്കിയേ, കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത്, കല്ലറ പാങ്ങോട് സമരം നടന്നത് 1938. ഈ കല്ലറ പാങ്ങോട് സമരത്തിന്റെ പ്രധാനപ്പെട്ട 2 വ്യക്തികൾ നേതൃസ്ഥാനത്തുണ്ട്. ഒന്ന് ചെല്ലപ്പൻ വൈദ്യനും മറ്റൊന്ന് കൊച്ചപ്പി പിള്ളയും. അപ്പൊ ചെല്ലപ്പൻ വൈദ്യൻ എന്ന വ്യക്തിയും കൊച്ചപ്പി പിള്ളയുമാണ് കല്ലറ പാങ്ങോട് സമരം എന്ന സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാ ഈ പറഞ്ഞ കല്ലറ പാങ്ങോട് സമരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. CP രാമസ്വാമി അയ്യരെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറയുന്ന CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജന്മിമാരുടെ അന്യായമായ ചന്തപ്പിരിവ്, കല്ലറ പാങ്ങോട് എന്നറിയപ്പെടുന്ന ഒരു ചന്തയുണ്ട്, ആ ചന്തപ്പിരിവിനുമെതിരെ നടത്തിയ സമരത്തിന്റെ പേരാണ് കല്ലറ പാങ്ങോട് സമരം. നടന്ന വർഷം 1938. പ്രധാനപ്പെട്ട 2 വ്യക്തികൾ ആരൊക്കെ നേതാക്കൾ? ഒന്ന് ചെല്ലപ്പൻ വൈദ്യൻ, മറ്റൊന്ന് കൊച്ചപ്പി പിള്ള. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി ഈ പറഞ്ഞ കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട വ്യക്തികളെ തൂക്കിലേറ്റും. അതാരൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്ന് ചെല്ലപ്പൻ വൈദ്യനെ തന്നെയാണ്, മറ്റൊന്ന് പ്രധാനപ്പെട്ട വ്യക്തിയാണ് കൊച്ചപ്പി പിള്ള. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 പ്രധാനപ്പെട്ട വ്യക്തികളെ നമ്മൾ തൂക്കിലേറ്റും എന്ന് പറഞ്ഞു. അതിലൊരാളാരാണ്? കൊച്ചപ്പി പിള്ളയാണ് തൂക്കിലേറ്റുന്നത്. K കൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തിയെ കൂടി എന്ത് ചെയ്യും? തൂക്കിലേറ്റുന്നു. അപ്പൊ കല്ലറ പാങ്ങോട് സമരം കിട്ടി. 1938 കിട്ടി. ചെല്ലപ്പൻ വൈദ്യനും കൊച്ചപ്പി പിള്ളയും. ഇനി കടയ്ക്കൽ പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന ഒരു പ്രക്ഷോഭമുണ്ട്. കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938 എന്നാണ് കേരള PSC വാല്യൂ ചെയ്യുന്നത്. കടയ്ക്കൽ പ്രക്ഷോഭം കടയ്ക്കൽ എന്നറിയപ്പെടുന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതാവെന്നറിയപ്പെടുന്നത്
എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. കടയ്ക്കൽ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവാര, അത് ഫ്രാങ്കോ രാഘവൻ പിള്ള. അദ്ദേഹത്തെയാണ് കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത്. അപ്പൊ കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. കടയ്ക്കലെ പ്രക്ഷോഭം നടന്ന ജില്ല മറക്കല്ലേ, കൊല്ലം ജില്ല. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, കൊല്ലം ജില്ലയെ പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ പുസ്തകം ഏതാ? ഡിഗ്രി പരീക്ഷയുടെ ചോദ്യമാണ്, കഴിഞ്ഞ വനിതാ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ചോദ്യമാണ്. കൊല്ലം ജില്ലയെ പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ പുസ്തകം ഏതാണ്? അത് ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാനയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒന്ന് കമന്റ് ചെയ്തേ, ഈ ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന എന്ന പുസ്തകം എഴുതിയതാരാ? അത് കോസ്മോസ് ഇൻഡിക്ക പ്ലീസ്റ്റസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന എന്ന പുസ്തകം എഴുതിയത്. കോസ്മോസ് ഇൻഡിക്ക പ്ലീസ്റ്റസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇൻഡിക്ക എന്നറിയപ്പെടുന്ന പുസ്തകം ആരുടേതാ? ഇൻഡിക്ക എന്ന പുസ്തകം എഴുതിയത് മെഗസ്തനിസ് ആണ്. അത് വേറെ ഇത് വേറെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കണേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ പറ്റിയാണ്. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും സംയുക്തമായി നടത്തിയ പ്രക്ഷോഭത്തിന്റെ പേരാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. 1938-39 തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ മുന്നേറ്റം നടക്കുന്നത്. അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്, പട്ടം താണുപിള്ളയും TM വർഗീസുമുണ്ട്. ഈ പറയുന്ന ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിലൂടെ അവര് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഒരു ഭരണം കൊണ്ടുവരിക, അതല്ലാതെ രാജഭരണം അല്ലാതെ ഒരു ഇലക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, ആ ഇലക്ഷന്റെ ഫലമായിട്ട് തിരുവിതാംകൂറിൽ ഒരു സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ പറയുന്ന ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് 1938 രാജധാനി മാർച്ച് സംഘടിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം അക്കാമ ചെറിയാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനുമായി ബന്ധപ്പെട്ട് രാജധാനി മാർച്ച് 1938 സംഘടിപ്പിക്കുന്നു. ഏത് ജില്ലയിലാണ് സംഘടിപ്പിച്ചത്? തിരുവനന്തപുരം ജില്ലയിലാണ്. തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ് രാജധാനി മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇനി അവിടെ ഒരു ചോദ്യം ചോദിക്കും, ഈ രാജധാനി മാർച്ച് തടഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് കേണൽ വാട്കിസ് എന്നാണ്. രാജധാനി മാർച്ച് തടഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാരാണ്? എന്താണ്? കേണൽ വാട്കിസ്. അപ്പം ഈ കേണൽ വാട്കിസ് എന്നറിയപ്പെടുന്ന വ്യക്തിയെ തടയുമ്പം അക്കാമ ചെറിയാൻ പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാനാണ് നേതാവ്, എന്നെ ആദ്യം വെടിവെക്കുക, പിന്നീട് മറ്റുള്ളവരെ. ഐ ആം ദി ലീഡർ, ഫസ്റ്റ് ഷൂട്ട് മീ ബിഫോർ അതേഴ്സ് എന്ന വാക്യം രാജധാനി മാർച്ചിൽ ആര് പറഞ്ഞതാ? അക്കാമ ചെറിയാൻ പറഞ്ഞതാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ 1938 രാജധാനി മാർച്ച് സംഘടിപ്പിച്ച നവോത്ഥാന നായികയുടെ പേര് അക്കാമ ചെറിയാൻ എന്നാണ്. എവിടം മുതൽ എവിടം വരെയാ? തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ് ഈ പറഞ്ഞ രാജധാനി മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ രാജധാനി മാർച്ചുമായി ബന്ധപ്പെട്ട് രാജധാനി മാർച്ച് തടഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് കേണൽ വാട്കിസ് എന്നാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് വേണ്ടത് 1938 ഈ പറയുന്ന ഈ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ്. നമുക്ക് വേണ്ടത് 1938 ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ്. നെയ്യാറ്റിൻകര എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെ, ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകര താലൂക്കാണ്. അപ്പൊ നെയ്യാറ്റിൻകര വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പറഞ്ഞ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ്. നടന്ന വർഷം 1938. ഇനി ഈ നെയ്യാറ്റിൻകര വെടിവെപ്പിന്റെ ഭാഗമായി നടന്ന വെടിവെപ്പിന്റെ ഭാഗമായിട്ട് ഒരു രക്തസാക്ഷി ഉണ്ടാകുന്നു. പ്രധാനപ്പെട്ട വ്യക്തിത്വം വീരരാഘവൻ എന്നാണ് ആ നെയ്യാറ്റിൻകര വെടിവെപ്പിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. അപ്പൊ നെയ്യാറ്റിൻകര വെടിവെപ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തിയുടെ പേര് എന്താണ്? അത് വീരരാഘവൻ എന്നാണ്. അദ്ദേഹത്തിന്റെ സ്മാരകമുണ്ട് ഈ നെയ്യാറ്റിൻകര വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിൽ. വീരരാഘവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അത്താഴമംഗലം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അതുകൂടി ഓർത്തുവെക്കണം. അപ്പൊ അത്താഴമംഗലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രത്യേകത, കേരളത്തിൽ ആദ്യത്തെ മെട്രോ നഗരം ഏതാണ്? അത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ ആദ്യത്തെ മെട്രോ നഗരം തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായിട്ട് മെട്രോ പദ്ധതി സ്ഥാപിതമായത് അത് എറണാകുളം. രണ്ട് ചോദ്യമാണ്. മെട്രോ നഗരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു പ്രദേശത്തെ ജനസംഖ്യ അടിസ്ഥാനമാക്കി നഗരം
പട്ടണം, മെട്രോപൊളിറ്റൻ, മെഗാലോപോളിസ് എന്ന് തരംതിരിക്കാറുണ്ട്. ഇവിടെ ചോദ്യം എന്താ? നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്. കേരളത്തിൽ ആദ്യത്തെ മെട്രോ നഗരം തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി മെട്രോ ട്രെയിൻ സംവിധാനം കൊണ്ടുവന്നത് കൊച്ചിയാണ്. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോയിലെ കൊച്ചി മെട്രോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൗരോർജ്ജ ബോട്ട് സ്ഥാപിക്കുന്നത് വൈക്കം മുതൽ തവണക്കട വരെ ആദിത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൗരോർജ്ജ ക്രൂയിസ് ബോട്ട് അത് ഇന്ദ്രയാണ്. അത് കൊച്ചിയിലാണ് സ്ഥാപിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വായിക്കും. ഇപ്പൊ നമുക്ക് വേണ്ടത് 1938 നെയ്യാറ്റിൻകര വെടിവെപ്പുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീരരാഘവനാണ് രക്തസാക്ഷി. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അത്താഴമംഗലം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അടുത്തത് കരിവള്ളൂർ സമരം എന്ന് പറഞ്ഞൊരു സമരമുണ്ട്. കരിവള്ളൂർ സമരം നടന്ന വർഷം 1946 ഇത് നമ്മൾ പാക്കേജ് ആയിട്ട് പഠിപ്പിച്ചോളാം. കരിവള്ളൂർ സമരം 1946. കരിവള്ളൂർ സമരത്തിന്റെ വനിതാ നേതാവ് എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ്. അപ്പൊ മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട കണ്ടന്റ് ആണ് കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി. ഈ കെ ദേവയാനിക്ക് 3 പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. ഒന്ന്, കരിവള്ളൂർ സമരത്തിന്റെ വനിതാ നേതാവ് കെ ദേവയാനിയാണ്. അത് ഓർത്തുവെക്കണം. അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന കെ ദേവയാനിയാണ് ആലപ്പുഴയിൽ ആത്മവിദ്യാസംഘം ആരംഭിച്ചത്. അപ്പൊ ആലപ്പുഴയിൽ ആത്മവിദ്യാസംഘം ആരംഭിച്ചത് കെ ദേവയാനിയാണ്. 1946 കരിവള്ളൂർ സമരത്തിന്റെ പ്രധാനപ്പെട്ട വനിതാ നേതാവ് എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ്. ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഈ പറഞ്ഞ കെ ദേവയാനിക്ക് ഒരു ആത്മകഥയുണ്ട്. ആത്മകഥയുടെ പേര് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. അപ്പൊ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന ആത്മകഥ ആരുടേതാണ്? അത് കെ ദേവയാനിയുടേതാണ്. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന ആത്മകഥ മറക്കരുത്. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആലപ്പുഴയിൽ ആത്മവിദ്യാസംഘം ആരംഭിച്ചു. മലബാർ പ്രദേശത്ത് ആത്മവിദ്യാസംഘം ആരംഭിച്ച നവോത്ഥാന നായകന്റെ പേര് അത് വാഗ്ഭടാനന്ദൻ എന്ന. ആലപ്പുഴയിൽ ആത്മവിദ്യാസംഘം ആരംഭിച്ചത് കെ ദേവയാനിയാണ്. ഈ കെ ദേവയാനിയുടെ ആത്മകഥ മറക്കല്ലേ. അപ്പൊ കരിവള്ളൂർ സമരം നടന്ന ജില്ല കൂടി ഒന്ന് ഓർത്തു വെക്കുക, കണ്ണൂർ ജില്ലയാണ്. ഇനി അത് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ കരിങ്കണ്ണി ദേവയാനി അങ്ങ് പഠിച്ചാൽ മതി. കരിവള്ളൂർ സമരം നടന്ന വർഷം 1946. കരിവള്ളൂർ സമരത്തിന്റെ വനിതാ നേതാവ് കെ ദേവയാനി. കരിവള്ളൂർ സമരം നടന്ന ജില്ല ചോദിച്ചാൽ അത് കണ്ണൂരാ. കണ്ണൂരിന്റെ ആദ്യകാല പേര് നൗറ എന്നൊക്കെയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ കരിവള്ളൂർ സമരം നമ്മുടെ മനസ്സിൽ കിട്ടി. 1946 കെ ദേവയാനി, കണ്ണൂർ ജില്ല. അത് ഓർക്കാൻ വേണ്ടി കരിങ്കണ്ണി ദേവയാനി എന്ന് ഓർത്തു വെക്കുക. പറഞ്ഞല്ലോ, ദേവയാനി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയോ ആ പേരിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമല്ല. നമുക്ക് പരീക്ഷകളിൽ കയറുമ്പം ഒരു മാർക്ക് കിട്ടണം. കരിവള്ളൂർ സമരത്തിന്റെ വനിതാ നേതാവ് കെ ദേവയാനി. കരിവള്ളൂർ സമരം നടന്ന ജില്ല ചോദിച്ചാൽ ഉത്തരം കണ്ണൂരാണ്. ഇനി നമുക്ക് വേണ്ടത് പാലിയം സത്യാഗ്രഹം. 1947 പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1947 അത് മാത്രമാണോ പ്രത്യേകത? 1947 ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടധികാരം കൊടുത്ത വർഷം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന 1947 പാലിയം സത്യാഗ്രഹം നടക്കുന്ന വർഷം എത്ര തന്നെ? 1947. വേറെ ഒന്നുമില്ല, പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്ദമംഗലം എന്നറിയപ്പെടുന്ന ഒരു റോഡുണ്ട്. അതായത് ചേന്ദമംഗലം ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ശിവക്ഷേത്രമാണ്. ആ റോഡിനോടുള്ള അല്ലെങ്കിൽ ആ റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്ത് ചെയ്യും? ലഭിക്കുന്നതിന് വേണ്ടി ആ റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാ ജാതിയിലുള്ളവരും എല്ലാ മതത്തിലുള്ളവർക്കും കിട്ടാൻ വേണ്ടി നടത്തിയ സമരത്തിന്റെ പേരാണ് പാലിയം സത്യാഗ്രഹം. ഈ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആവർത്തിക്കാറുള്ളത്. ഒന്ന്, പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനും പാലിയം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് അത് ആറാട്ടുപുഴ വേലായുധപ്പണിയിൽ ഒരിക്കലും എഴുതരുത്, AG വേലായുധനാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പാലിയം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? അത് AG വേലായുധൻ. കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. എല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്. നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്. പാലിയം സത്യാഗ്രഹം നടന്നത് 1947. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതാരാണ്? അത് സി കേശവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. ഈ പാലിയം സത്യാഗ്രഹം അല്ലെങ്കിൽ പാലിയം സത്യാഗ്രഹം നിലനിൽക്കുന്ന അല്ലെങ്കിൽ പാലിയം സത്യാഗ്രഹം നടന്നത് കേരളത്തിൽ ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞ പാലിയം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സൗഹൃദ ജാഥ സംഘടിപ്പിച്ചത് KK കൗസല്യാണ്.
പാലിയം സത്യാഗ്രഹം സംബന്ധിച്ച് അല്ലെങ്കിൽ പാലിയം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം സംഘടിപ്പിച്ച് സൗഹൃദ ജാഥ സംഘടിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം കെ കൗസല്യാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇതാ. അപ്പൊ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏത് തന്നെ ഈ പറഞ്ഞ പാലിയം സത്യാഗ്രഹമാണ്. ഈ പാലിയം സത്യാഗ്രഹത്തെ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. ഈ പാലിയം സത്യാഗ്രഹ നേതാവായിരുന്നു ചോദിക്കും. പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാവാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് സി കേശവനെയാണ്. ഇനി ഓപ്ഷനിൽ സി കേശവൻ ഇല്ലെന്നിരിക്കട്ടെ, നിങ്ങൾ AG വേലായുധനെ എഴുതിക്കോണം. രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കേരള PSC വാല്യൂ ചെയ്തിട്ടുള്ളത് സി കേശവനാണെന്ന് മാത്രം ഓർക്കുക. ഇനി ഈ പറയുന്ന പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1947 മലയാള മനോരമ എന്നറിയപ്പെടുന്ന 1888 സ്ഥാപിച്ച മലയാള മനോരമ ഒരു എഡിറ്റോറിയൽ പ്രസിദ്ധീകരിക്കും. ആ എഡിറ്റോറിയലിന്റെ പേര് ഒന്ന് ഓർത്തു വെക്കുക. സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി. 2025 നടക്കുന്ന ഏത് പരീക്ഷ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റ് ആണ് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് മലയാള മനോരമ പബ്ലിഷ് ചെയ്തത്? പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. പാലിയം സത്യാഗ്രഹത്തിന്റെ ഉദ്ഘാടകൻ പറഞ്ഞല്ലോ സി കേശവൻ. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവെന്ന് ചോദിച്ചാലും ഉത്തരം സി കേശവനാണ്. ഓപ്ഷനിൽ സി കേശവൻ ഇല്ലാത്ത സാഹചര്യം വന്നാൽ മാത്രം ഉത്തരം ആര്? AG വേലായുധൻ. ഓക്കെ ആണല്ലോ. അടുത്തത് കൂത്താളി സമരം എന്ന് പറഞ്ഞൊരു സമരമുണ്ട്. കൂത്താളി സമരം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 1940-50കളിൽ കോഴിക്കോട് ജില്ലയിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു സമരത്തിന്റെ പേരാണ് കൂത്താളി സമരം. ഈ കൂത്താളി സമരത്തിന് ഒരു മുദ്രാവാക്യമുണ്ട്, ചത്താലും ചെത്തും കൂത്താളി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ചത്താലും ചെത്തും കൂത്താളി എന്ന് പറയുന്നത് കൂത്താളി സമരത്തിന് മുദ്രാവാക്യമാണ്. നടന്ന ജില്ല ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. എന്താ ഈ കൂത്താളി സമരം എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. കൂത്താളി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ. ഈ പറയുന്ന എസ്റ്റേറ്റിലെ കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി മലബാർ കളക്ടർ പാട്ടത്തിന് എടുത്തു. ഈ പാട്ടത്തിന് എടുത്തതിനെതിരെ കർഷകർ നടത്തിയ സമരത്തിന്റെ പേരാണ് കൂത്താളി സമരം. നടന്ന വർഷം 1940 മുതൽ 50 വരെയാണ് കൂത്താളി സമരം നടക്കുന്നത്. ഈ കൂത്താളി സമരം നടന്നത് കോഴിക്കോട് ജില്ലയിലാണെന്ന് ഓർക്കണം. വർഷം 1940-50ലാണ്. ഈ കൂത്താളി സമരത്തിന് ഒരു മുദ്രാവാക്യമുണ്ട്, ചത്താലും ചെത്തും കൂത്താളി. ഓക്കെ ആണല്ലോ. ഇനി ഈ പറഞ്ഞ കൂത്താളി സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം മുൻകാല വർഷ LGS പരീക്ഷ ചോദ്യമാണ്. ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് കുട്ടൻകുളം സമരം എന്ന് പറഞ്ഞൊരു സമരം ഉണ്ടല്ലോ. കുട്ടൻകുളം സമരം നടന്ന വർഷം 1946. മിക്ക ആളുകളും കരുതും കൂടൻകുളം സമരം എന്ന് കേട്ടിട്ടുണ്ട്. കുട്ടൻകുളം സമരം അതും കേരള PSC ചരിത്രത്തിൽ പറയുന്നത് കുട്ടൻകുളം സമരം നടന്ന വർഷം 1946. കുട്ടൻകുളം സമരത്തിന്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് PK ചാത്തൻ മാസ്റ്റർ. അപ്പൊ അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുട്ടൻകുളം സമരം നടന്ന വർഷം 1946. കുട്ടൻകുളം സമരത്തിന്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് PK ചാത്തൻ മാസ്റ്റർ. അപ്പൊ മിക്ക ആളുകളും കരുതും ഒന്നാം EMS മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണോ അദ്ദേഹം? ആണ്, അദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം ഈ പറയുന്ന PK ചാത്തൻ മാസ്റ്റർ ആണ് ഒന്നാം EMS മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. PK ചാത്തൻ മാസ്റ്റർ ആണ് ഒന്നാം EMS മന്ത്രിസഭയിലെ ഹരിജന ക്ഷേമ വകുപ്പ് മന്ത്രി. ഈ പറഞ്ഞ PK ചാത്തൻ മാസ്റ്റർ ആണ് ഈ ഒന്നാം EMS മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പ് പറഞ്ഞല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഈ PK ചാത്തൻ മാസ്റ്റർ KPMS എന്നറിയപ്പെടുന്ന സംഘടന 1970 ഫോം ചെയ്തത്. അപ്പൊ കുട്ടൻകുളം സമരം നടന്ന വർഷം 1946. ഈ പറഞ്ഞ എന്തോ ഈ കുട്ടൻകുളം സമരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരത്തിന്റെ പേരാണ് എന്ത്? കുട്ടൻകുളം സമരം. കുട്ടൻകുളം സമരത്തിന്റെ വർഷം മറക്കല്ലേ, 1946. ഇനി ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ പറയുന്ന PK ചാത്തൻ മാസ്റ്ററെ അല്ല ഞാൻ വായിച്ചു വെച്ചേക്കുന്നത്. തെറ്റാണ്. അതായത് PK ചാത്തൻ മാസ്റ്റർ ആണ് കേരള PSC കൊടുക്കുന്ന ആൻസർ. മറ്റാളുകളുണ്ട് ഈ പറഞ്ഞ കാട്ടുപറമ്പൻ. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിൽ കാട്ടുപറമ്പൻ എന്നായിരിക്കും കൊടുത്തേക്കുന്നത്. ഇനി അല്ലെങ്കിൽ KV ഉണ്ണി എന്ന് കൊടുത്തേക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ PK കുമാരൻ മാസ്റ്റർ എന്ന് കൊടുത്തേക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ PC കുറുമ്പ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കാം. കേരള PSC ആൻസർ കീ കുട്ടൻകുളം സമരത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? ചാത്തൻ മാസ്റ്റർ. മറ്റു നേതാക്കൾ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. കേരള PSC 4 ഓപ്ഷനിൽ കൊടുക്കുന്ന സമയത്ത് വാല്യൂ ചെയ്തിട്ടുള്ളത് PK ചാത്തൻ മാസ്റ്റർ ആണ്.
ഇനി തോൽവിറക് സമരം എന്ന് പറഞ്ഞൊരു സമരമുണ്ട്. തോൽവിറക് സമരത്തിന് മറ്റൊരു പേരാണ് വിറക് തോൽ സമരം. അത് തന്നെയാണ് ചീമേനി സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1946 തോൽവിറക് സമരം അല്ലെങ്കിൽ വിറക് തോൽ സമരം നടക്കുന്നത്. ഇത് നടന്ന ജില്ല അത് കാസർഗോഡ് ജില്ലയിലാണ്. തോൽവിറക് സമരത്തിന്റെ വനിതാ നേതാവ് എന്നറിയപ്പെടുന്നത് അത് കാർത്യായനി അമ്മയാണ്. അപ്പൊ തോൽവിറക് സമരം നടന്ന വർഷം പറഞ്ഞേ 1946. തോൽവിറക് സമരത്തിന് വനിതാ നേതാവായിരുന്നു ചോദിച്ചാൽ അത് കാർത്യായനി അമ്മയാണ്. ഈ പറഞ്ഞ തോൽവിറക് സമരം നടന്ന പ്രദേശം ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്നറിയപ്പെടുന്ന എസ്റ്റേറ്റിൽ നടന്നത് കൊണ്ട് തന്നെ ഇതിനെ എന്തുപേർ അറിയപ്പെടുന്നു? ചീമേനി സമരം അല്ലെങ്കിൽ തോൽവിറക് സമരം, അതുമല്ലെങ്കിൽ വിറക് തോൽ സമരം എന്നറിയപ്പെടുന്നു. നടന്ന വർഷം മറക്കരുത്, 1946. ഏത് ജില്ലയിലാണ് നടത്തിയത്? കാസർഗോഡ് ജില്ലയിലാണ് നടത്തുന്നത്. ഇനി നമുക്ക് വേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട ഒരു സമരമാണ് കൽപ്പാത്തി സമരം. എന്താ ഈ കൽപ്പാത്തി സമരത്തിന്റെ പ്രത്യേകത? പാലക്കാട് ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിരുന്ന പാലക്കാടായിരുന്നു. ഇപ്പൊ 2ാം സ്ഥാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് ഇപ്പം. അപ്പൊ കേരളത്തിലെ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള പാലക്കാട് ജില്ലയിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു സമരമാണ് കൽപ്പാത്തി സമരം. ആ കൽപ്പാത്തി സമരവുമായി ബന്ധപ്പെട്ട അഡീഷണൽ പോയിന്റ് പഠിക്കേണ്ടത്, കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനയുടെ പേര് ആര്യ സമാജം എന്നാണ്. അതായത് ആര്യ സമാജത്തിന്റെ കേരളത്തിലെ ശാഖയുണ്ടല്ലോ, കേരളത്തിലെ ശാഖ ആര്യ സമാജത്തിന്റെ കേരളത്തിലെ ശാഖയാണ് എന്ത് ആരംഭിക്കുന്നത്? കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകുന്നത്. പ്രധാനപ്പെട്ട വ്യക്തിയെ പറ്റിയല്ല അവിടെ ഫോക്കസ് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ഒരു സംഘടനയെ പറ്റിയാണ് കൊടുത്തേക്കുന്നത്. ആര്യ സമാജമാണ്, കേരളത്തിലെ ആര്യ സമാജമാണ് എന്ത് സ്ഥാപിക്കുന്നത്? ഈ പറഞ്ഞ കൽപ്പാത്തി സമരത്തിന് നേതൃത്വം വഹിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് വേണ്ടത് MSP സമരം എന്നറിയപ്പെടുന്ന ഒരു സമരമുണ്ട്. വേറെ ഒന്നുമില്ല, മലബാർ സ്പെഷ്യൽ പോലീസ് സമരം അല്ലെങ്കിൽ MSP സമരം നടക്കുന്ന വർഷം 1946. എന്തായി ഈ MSP സമരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മലബാർ സ്പെഷ്യൽ പോലീസ് എന്നറിയപ്പെടുന്ന MSP പോലീസിന്റെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരത്തിന്റെ പേരാണ് MSP സമരം അല്ലെങ്കിൽ മലബാർ സ്പെഷ്യൽ പോലീസ് സമരം. ഈ MSP സമരം ആരംഭിക്കുന്ന 1946. അതേ വർഷം തന്നെ എന്ത് ചെയ്യുന്നു? ഈ മലബാർ സ്പെഷ്യൽ പോലീസ് സമരം അവസാനിക്കുകയും ചെയ്യുന്നു. ഈ സമരത്തിന് ശേഷം ഏകദേശം 645 പോലീസുകാരനെയാണ് പിരിച്ചുവിട്ടത് എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ MSP സമരം എന്നാണ് 1946 മലബാർ സ്പെഷ്യൽ പോലീസിലെ വേതനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ്. പിന്നീട് ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? 645 പോലീസുകാരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിരിച്ചുവിട്ടു. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ദെൻ തളിക്ഷേത്ര സമരം നടന്ന വർഷം 1917 തളിക്ഷേത്ര സമരം നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലാണ് തളിക്ഷേത്ര സമരം നടക്കുന്നത്. തളിക്ഷേത്ര സമരത്തിന്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് C. കൃഷ്ണനാണ്. അപ്പൊ ചില ആളുകളെങ്കിലും കരുതും ഈ C. കൃഷ്ണൻ മാത്രമേ ഉള്ളൂ തളിക്ഷേത്ര സമരത്തിന്റെ നേതാവല്ല. തളിക്ഷേത്ര സമരത്തിന്റെ നേതാവായി 3 വ്യക്തികളുണ്ട്. മഞ്ചേരി രാമയ്യർ എന്നറിയപ്പെടുന്ന വ്യക്തിയുണ്ട്, KP കേശവമേനോൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുണ്ട്, C. കൃഷ്ണനുണ്ട്. 3ഉം ആൻസർ ആയിട്ട് വരണം. അപ്പൊ നമുക്ക് വേണ്ടത് തളിക്ഷേത്ര സമരത്തിന്റെ നേതാവെന്ന് കേരള PSC വാല്യൂ ചെയ്തിട്ടുള്ളത് C. കൃഷ്ണനെയാണ്. നടന്ന വർഷം മറക്കല്ലേ, 1917. തളിക്ഷേത്ര സമരം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലാണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, രേവതി ഭട്ടസ്ഥാനം എന്ന പണ്ഡിത സദസ്സ് കേരളത്തിൽ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഉത്തരം തളിക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മാഹി വിമോചന സമരം എന്ന് പറഞ്ഞൊരു സമരമുണ്ട്. മാഹി വിമോചന സമരം നടക്കുന്നത് ഏത് വർഷമാണ്? 1938 മുതൽ ഏകദേശം 1954 വരെ ഉള്ള കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ മാഹി വിമോചന സമരം നടക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മാഹി വിമോചന സമരവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവാണ് IK കുമാരൻ മാസ്റ്റർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തുവിൽ അറിയപ്പെടുന്നത്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഈ പറയുന്ന മാഹി എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിന്റെ പേരാണ് മാഹി വിമോചന സമരം. അപ്പൊ മാഹി എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരത്തിന്റെ പേരാണ് മാഹി വിമോചന സമരം. നടന്ന വർഷം 1938 മുതൽ തുടങ്ങുക. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് മയ്യഴി മഹാജനസഭ എന്ന. ഈ മയ്യഴി മഹാജനസഭ രൂപീകരിച്ച വർഷം 1938. 10 വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ മാഹി വിമോചന സമരം നടക്കുന്നത്.
1948 മാഹി വിമോചന സമരം നടക്കുന്നത്. ദെൻ 1948 ഈ പറയുന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഓരോരോ ബഹുജന മാർച്ചും ഓരോരോ പ്രതിഷേധ സമരങ്ങളൊക്കെ ഉണ്ടാവും. അവസാനം മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന IK കുമാരൻ മാസ്റ്റർ ഈ സമരത്തിന്റെ എല്ലാം നേതൃത്വം വഹിക്കും. മാഹി വിമോചന സമരത്തിന്റെ പ്രധാന നേതാവ് IK കുമാരൻ മാസ്റ്റർ ആണ്. അദ്ദേഹത്തെയാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇനി ഈ പറഞ്ഞ മാഹി എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് 1954 1954 മാഹിയെ അല്ലെങ്കിൽ മയ്യഴി എന്നറിയപ്പെടുന്ന മാഹിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അതുകൂടി ഓർത്തു വെക്കണം. ഇനി കേരള PSC മത്സര പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ച ഒരു കലാപമുണ്ട്. അത് സൂര്യനാട് കലാപമാണ്. കൊല്ലം ജില്ലയിലെ സൂര്യനാട് കലാപം നടന്ന വർഷം 1949. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ പഠിക്കണം. ഇനിയും പ്രധാനപ്പെട്ട BYQ ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ട സൂര്യനാട് കലാപം നമ്മളെ കിട്ടി. 1949 സൂര്യനാട് കലാപം നടക്കുന്നത്. മാഹി വിമോചന സമരത്തിന്റെ കാലഘട്ടം 1938 മയ്യഴി മഹാജന സഭ രൂപീകരിക്കുന്നു. 10 വർഷം കഴിഞ്ഞ് 1948 മാഹി വിമോചന സമരം നടക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ 1954 മയ്യഴി എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കുന്നത് 1954 സൂര്യനാട് കലാപം നടന്ന വർഷം മറക്കല്ലേ. 1949 എന്ത് കലാപം നടക്കുന്നത്? സൂര്യനാട് കലാപം നടക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാപ്പിള കലാപം അല്ലെങ്കിൽ മലബാർ കലാപത്തെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മാപ്പിള കലാപം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മലബാർ കലാപത്തെ കമ്പയർ ചെയ്യുമ്പോൾ. മാപ്പിള കലാപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 1836 മുതൽ ഏകദേശം 1855 വരെ തിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന പ്രദേശം, കൊച്ചി എന്നറിയപ്പെടുന്ന പ്രദേശം, മലബാർ എന്നറിയപ്പെടുന്ന മറ്റൊരു ഭൂപ്രദേശം, അതിൽ മലബാർ എന്നറിയപ്പെടുന്ന ഏറനാട്, വള്ളുവനാട്, പൊന്നാനി ഈ താലൂക്കുകളിൽ നടത്തിയ പ്രധാനപ്പെട്ട കാർഷിക കലാപങ്ങളെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് മാപ്പിള കലാപങ്ങൾ. ഓക്കെ, ഈ മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് 1855 വധിക്കപ്പെട്ട മലബാർ കളക്ടറിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. വേറെ ഒന്നുമില്ല. 1855 മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറിന്റെ പേര് വില്യം ലോഗൻ എന്നാണോ, ഓപ്ഷൻ ബി കൊനോലി എന്നാണോ, ഓപ്ഷൻ സി അലി മുസ്ലിയാർ എന്നാണോ, ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ എന്നാണ്. 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ആൻസർ ഓപ്ഷൻ ബി കൊനോലിയാണ്. അപ്പം 1855 വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആണല്ലോ കൊനോലി. വില്യം ലോഗന്റെ പ്രത്യേകത എന്താ? ഈ പറയുന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേരാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഈ വില്യം ലോഗനെ പറ്റി പഠിക്കുമ്പം അദ്ദേഹമാണ് മലബാർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ 3 മാനുവൽ എന്ന പുസ്തകത്തെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് കൊച്ചി മാനുവൽ എന്ന പുസ്തകം എഴുതിയത് C അച്യുതമേനോൻ, തിരുവിതാംകൂർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് നാഗമയ്യ, മലബാർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് വില്യം ലോഗൻ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? അത് കൊനോലിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഓരോ ആളുകളെ പറ്റി പഠിക്കുമ്പോൾ 1921 പ്രധാനമായിട്ടും മലബാർ കലാപം നടക്കുന്നത്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റിന്റെ പേരാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപം. ഈ മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ പൂക്കോട്ടൂർ കലാപമാണ്. വേറെ ഒന്നുമില്ല. 1921 പൂക്കോട്ടൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്തെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉണ്ടായ കലാപത്തിന്റെ പേരാണ് പൂക്കോട്ടൂർ കലാപം. അതുമല്ലെങ്കിൽ ഈ പറയുന്ന മലബാർ കലാപം. മലബാർ കലാപത്തിന്റെ മറ്റൊരു പേരാണ് പൂക്കോട്ടൂർ കലാപം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉണ്ടായ കലാപത്തിന്റെ പേരാണ് മലബാർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപം. ഈ പറഞ്ഞ മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത് അതെവിടെയാ? അത് തിരൂരങ്ങാടിയാ. മലബാർ കലാപത്തിന്റെ പ്രധാന നേതാവ് 3 പ്രധാനപ്പെട്ട വ്യക്തികളാണ്, നേതാക്കന്മാര്. പ്രധാന കേന്ദ്രം ചോദിച്ചാൽ അത് തിരൂരങ്ങാടിയാ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ മലബാർ കലാപത്തിന്റെ 3 പ്രധാനപ്പെട്ട നേതാക്കളുണ്ടല്ലോ. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മലബാർ കലാപത്തിന്റെ പ്രധാന നേതാവാണ്. സീദിക്കോയ തങ്ങൾ ഈ പറഞ്ഞ മലബാർ കലാപത്തിന്റെ പ്രധാന നേതാവാണ്. ദെൻ അലി മുസ്ലിയാർ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് അലി മുസ്ലിയാർ ആണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട മുസ്ലിം പണ്ഡിതനാരെന്ന് ചോദിക്കും, അതിനുത്തരവുമാര് തന്നെ അലി മുസ്ലിയാർ തന്നെ. അതൊന്ന് ഓർത്തു വെക്കുക. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം
ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരെയാണെന്ന് ചോദിച്ചാലും ഉത്തരം ആര് തന്നെ? അലി മുസ്ലിയാറിനെ തന്നെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല, വെറും വക്കം അബ്ദുൽ ഖാദർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. പ്രത്യേകത ഇതാണ്, മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് ഇത് വക്കം അബ്ദുൽ ഖാദർ എന്നറിയപ്പെടുന്നത്. ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 1921 മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്ന് സ്വയം വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അപ്പം മലബാർ കലാപത്തിന്റെ 3 പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. ആരൊക്കെയാ 3 പ്രധാനപ്പെട്ട നേതാക്കൾ? ഒന്ന് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മറ്റൊരാള് സീതിക്കോയ തങ്ങൾ, മറ്റൊരാള് അലി മുസ്ലിയാർ. ഈ 3 വ്യക്തികളെ പറ്റി നിങ്ങൾ പഠിച്ചേ മതിയാകൂ. ഇപ്പം മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് 1855 വധിക്കപ്പെട്ട മലബാർ കളക്ടറെ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആരാണ്? അത് HV കനോലിയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ, മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ്. നമ്മളിപ്പം പറഞ്ഞു പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പറഞ്ഞേ, താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്താനല്ലേ ചോദ്യം. ഒന്നാമത്തത്, മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ്. ശരിയാണ്, മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ്. 3 നേതാക്കന്മാരുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ. അതിൽ അലി മുസ്ലിയാർ ഒരു പണ്ഡിതൻ ആയതുകൊണ്ട് തന്നെ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന ഗവൺമെന്റിന്റെ ഭരണാധിപനായി നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ അവരോധിക്കപ്പെട്ടത് ഈ അലി മുസ്ലിയാറിനെയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നാൽ, മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയുടെ പേര് കമ്മത്ത് ചിന്നമ്മ എന്നാണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയുടെ പേര് കമ്മത്ത് ചിന്നമ്മ എന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ മലബാർ കലാപത്തിൽ പങ്കെടുത്ത ആളുകളെ, മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത്? ഒന്ന്, ഓസ്ട്രേലിയയിലെ ബോട്ടണി ബേയിലേക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലേക്കുമാണ് ഈ പറയുന്ന മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാട് കടത്തിയത്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ, ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? അത് M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ശരിയാണ്. ഈ പറയുന്ന മലബാർ കലാപം പശ്ചാത്തലമാക്കിയ 3 പ്രധാനപ്പെട്ട കൃതികൾ പഠിക്കണം. 3 അല്ല 4 കൃതികളും നിങ്ങൾ പഠിക്കണം. 1921 മലബാർ കലാപം പശ്ചാത്തലമാക്കുന്ന 4 പ്രധാനപ്പെട്ട കൃതികളുണ്ട്. ഒന്ന്, മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ ഒരു കൃതിയുണ്ട്. അതിന്റെ പേര് ദുരവസ്ഥ എന്നാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയുടെ പേരെന്താണ്? ദുരവസ്ഥ. ഇനി മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി എഴുതിയത് ഉറൂബാണ്. PC കുട്ടിക്കൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഉറൂബാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത്. ഇനി മലബാർ കലാപം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഈ പറഞ്ഞ 1921 മലബാർ കലാപം പശ്ചാത്തലമാക്കി മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് K മാധവൻ നായരാണ്. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത് M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. അപ്പൊ ചില ആളുകൾ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പം 1921 എന്നും പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്തത് ആര് എന്നൊരു ചോദ്യം പഠിക്കാറുണ്ട്. 1921 മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് എന്ത്? 1921. അതൊന്ന് ഓർത്തു വെക്കുക. മലബാർ മാന്യുവൽ എന്ന പുസ്തകം എഴുതിയത് വില്യം ലോഗൻ, തിരുവിതാംകൂർ മാന്യുവൽ എന്ന പുസ്തകം എഴുതിയത് നാഗമയ്യ, കൊച്ചി മാന്യുവൽ എന്ന പുസ്തകം എഴുതിയത് C അച്യുതമേനോൻ. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ, വാഗൺ ട്രാജഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ദാരുണ സംഭവത്തിന്റെ പേരാണ് വാഗൺ ട്രാജഡി. ഈ വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിച്ചത് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. തെറ്റ് ശരിയല്ല. കാരണം എന്താ? വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാരാണ്. അപ്പൊ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി അല്ലയോ? തിരുത്തി എങ്ങനെയാ പഠിക്കുന്നത്? തിരുത്തി പഠിക്കേണ്ടത് വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് സുമിത് സർക്കാരാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ.
ഇനി ഇതിന്റെ കൂടെ മലബാർ കലാപം പഠിക്കുന്നതിന്റെ കൂടെ തന്നെ വാഗൺ ട്രാജഡിയെ പറ്റി ഒന്ന് ഓർത്തു വെക്കുക. 1921, അതായത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും ദാരുണ സംഭവമാണ് 1921 നവംബർ 10 നടന്ന വാഗൺ ട്രാജഡി. വേറെ ഒന്നുമില്ല, ഈ വാഗൺ ട്രാജഡി നടക്കുന്നത് 1921 നവംബർ 10. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മലബാർ കലാപകാരികൾ എന്ത് ചെയ്യുന്നു? ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ആ കൊണ്ടുപോകുന്ന വഴി ശ്വാസം കിട്ടാതെ ഏകദേശം 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവത്തിന്റെ പേരാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. ഞാൻ ഈ 67 പറഞ്ഞു, 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ചു എന്നാണ് ഞാൻ ചരിത്ര രേഖകളിൽ ശ്രീധരൻ സാറിന്റെ ഉൾപ്പെടെ കേരള ചരിത്രം എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന അങ്ങനെയാണ്. പക്ഷേ SCERT കൊടുത്തേക്കുന്നത് മരണപ്പെട്ടവരുടെ എണ്ണം 72 എന്നാണ്. 1921 നവംബർ 10 മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ദാരുണ സംഭവമായ വാഗൺ ട്രാജഡിയിൽ പങ്കെടുത്ത് മരണപ്പെട്ട, വാഗൺ ട്രാജഡിയിൽ പങ്കെടുക്കുന്നല്ല, വാഗൺ ട്രാജഡി എന്ന ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 72 എന്നാണ് സ്കൂൾ ടെക്സ്റ്റിൽ SCERT സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് SCERT ആണ് നമുക്ക് കൂടുതൽ സാധ്യത, ആൻസർ കീ ആയിട്ട് വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞ കലാപകാരികളെ എന്ത് ചെയ്യുന്നു? മലബാർ കലാപത്തിൽ പങ്കെടുത്ത ആളുകളെ പിടിച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര്, ബ്രിട്ടീഷുകാരന്റെ പേര് TS ഹിച്ച്കോക്ക് എന്ന. അപ്പൊ ഈ ഹിച്ച്കോക്കിനെ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന പ്രതിഷേധക്കാര് സമരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മർദ്ദിക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തേണ്ടി വരും. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് വരുന്നു ഈ പറഞ്ഞ ഹിച്ച്കോക്കുമായി ബന്ധപ്പെട്ട ചോദ്യം. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയുടെ പേര് ഹിച്ച്കോക്ക് എന്ന. മലബാർ കലാപകാരികൾ പിന്നീട് എന്ത് ചെയ്യും? ഈ ഹിച്ച്കോക്കിനെ കൊലപ്പെടുത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ ഹിച്ച്കോക്കിന്റെ സ്മാരകം ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കും. ഈ ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണം. ആ പൊളിച്ചു മാറ്റണം എന്ന് ആവശ്യപ്പെട്ട് ഒരു സമരം സംഘടിപ്പിക്കും. ആ സമരത്തിന്റെ ഭാഗമായിട്ട് പടപ്പാട്ട്, മലബാർ കലാപത്തെ പറ്റി പടപ്പാട്ട് എഴുതിയ വ്യക്തിയുടെ പേരാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. അപ്പൊ വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിച്ചത് ആരല്ല? കുമ്പളത്ത് ഗോവിന്ദൻ നായരല്ല, അത് സുമിത് സർക്കാരാണ്. കുമ്പളത്ത് ഗോവിന്ദൻ നായരുടെ പ്രത്യേകത ഞാൻ ഇപ്പൊ പറഞ്ഞു, അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷന്റെ പേര് 2 എണ്ണം. വില്യം ലോഗൻ കമ്മീഷനുണ്ട്, മറ്റൊരു കമ്മീഷൻ കൂടെ ഉണ്ട്, TL സ്ട്രേഞ്ച്. ഞാൻ അന്ന് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു ഓപ്ഷൻ അനുസരിച്ച് എഴുതാൻ പറ്റൂ. ഇനി വാഗൺ ട്രാജഡി 1921 നവംബർ 10 നടന്ന വാഗൺ ട്രാജഡിയെ പറ്റി അന്വേഷിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് നേപ്പ് കമ്മീഷനാണ്. AR നേപ്പ് കമ്മീഷനാണ്. ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയുന്നു, LV 1711 MSM കേരളത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചാൽ അത് ഈ പറയുന്ന വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ടതാണ്. വാഗൺ ട്രാജഡിയിൽ ഏകദേശം 90 പേരിൽ 67 പേര് മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. സ്കൂൾ ടെക്സ്റ്റിൽ 72 പേര് മരിച്ചെന്നാണ് കൊടുത്തേക്കുന്നത്. അത്രയും പേരെ കുത്തി നിറച്ച് കൊണ്ടുപോകണമല്ലോ. ആ കൊണ്ടുപോയ വാഗണിന്റെ നമ്പറാണ് LV 1711 MSM. അതൊന്ന് ഓർത്തു വെക്കുക. MSM കോളേജ് ഓർത്താലും തെറ്റില്ല. LV 1711 MSM അതൊന്ന് ഓർത്തു വെക്കണേ. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെയും നേതാവിനെയും നൽകിയിട്ടുണ്ട്. അതിൽ തെറ്റായ ജോഡി ഏതെന്നാ ചോദ്യം. അപ്പൊ നമുക്കറിയാം 1930 ഉപ്പ് സത്യാഗ്രഹം എന്താണ്? ദേശീയ സമരമാണ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമാണല്ലോ സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന നിയമ ലംഘന സമരം. അതുമല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം, കേരളത്തിലും ഈ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ വസ്തുത 1930 ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയുന്നു 30 ഉപ്പ്, അങ്ങനെങ്കിലും ഓർത്തു വെക്കുക. 1930 ഉപ്പ് സത്യാഗ്രഹം. ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് നമുക്കറിയാം. പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? അത് K കേളപ്പന. അദ്ദേഹത്തെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. K കേളപ്പനെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഗ്രാമദീപം എന്ന മാസിക സ്ഥാപിച്ചത് K കേളപ്പനാണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? അത് K കേളപ്പന. അപ്പൊ 1930 ഏപ്രിൽ 13 ഈ പറഞ്ഞ ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. K കേളപ്പനുമായി ബന്ധപ്പെട്ട് K കേളപ്പനോടൊപ്പം P കൃഷ്ണപിള്ള എന്നറിയപ്പെടുന്ന വ്യക്തി ഉണ്ടായിരുന്നു. K കുഞ്ഞമ്പു നായർ എന്നറിയപ്പെടുന്ന വ്യക്തി ഉണ്ടായിരുന്നു. P കേശവൻ നമ്പ്യാർ എന്നറിയപ്പെടുന്ന വ്യക്തി ഉണ്ടായിരുന്നു. PC കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം കൂടെ ചേർന്നാണ് ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? അത് K കേളപ്പനാണ്. ഇനി കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് K കേളപ്പൻ
കേളപ്പനാണ്. അപ്പൊ പ്രധാന കേന്ദ്രമേതാ? അത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അപ്പൊ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലുള്ള പ്രത്യേകതയുണ്ട്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനെയാണ്. അപ്പൊ ഈ പറയുന്ന ചോദ്യങ്ങളിലേക്കെല്ലാം വരണം. 1930 ഉപ്പ് സത്യാഗ്രഹം കോഴിക്കോട് നിന്ന് സംഘടിപ്പിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ. കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ ബേപ്പൂരിൽ നിന്ന് സംഘടിപ്പിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ. ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്. അൽ അമീൻ എന്നറിയപ്പെടുന്ന മാസിക സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ. അപ്പൊ ഒന്നാമത്തെ ജോഡി ശരിയാ. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ പാലക്കാട് നിന്ന് സംഘടിപ്പിച്ചത് 1930 ഉപ്പ് സത്യാഗ്രഹം പാലക്കാട് നിന്ന് സംഘടിപ്പിച്ചത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. ശരിയാ. 1930 ഉപ്പ് സത്യാഗ്രഹം പാലക്കാട് നിന്ന് സംഘടിപ്പിച്ചത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. ഹരിജന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബരി ആശ്രമം ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. പാലക്കാട് നിന്നാണ് 1930 ഉപ്പ് സത്യാഗ്രഹം ആര് സംഘടിപ്പിക്കുന്നത്? TR കൃഷ്ണസ്വാമി അയ്യർ സംഘടിപ്പിക്കുന്നത്. ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ പയ്യന്നൂർ, കെ കേളപ്പൻ. ശരിയാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരിനെയാണല്ലോ. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ആരാണ്? അത് പയ്യന്നൂർ. പയ്യന്നൂരിൽ നിന്ന് 1930 ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം കൊടുക്കുന്നത് കെ കേളപ്പനാണ്. തർക്കമില്ല. ഇനി തിരുവനന്തപുരത്ത് നിന്ന് AV കുട്ടിമാളുവമ്മ. തെറ്റ്. തിരുവനന്തപുരത്ത് നിന്നല്ല AV കുട്ടിമാളുവമ്മ, മലബാർ പ്രദേശത്ത് നിന്നാണ് ഏത് AV കുട്ടിമാളുവമ്മ 1930 ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് AV കുട്ടിമാളുവമ്മ. ഓപ്പ എന്നറിയപ്പെടുന്നത് AV കുട്ടിമാളുവമ്മയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തെ പറ്റി പഠിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് AV കുട്ടിമാളുവമ്മ. കേരളത്തിലെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനർ എന്നറിയപ്പെടുന്നത് AV കുട്ടിമാളുവമ്മയാണ്. ഓപ്പ എന്നറിയപ്പെടുന്നത് AV കുട്ടിമാളുവമ്മയാണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലൊക്കെ പങ്കെടുക്കുന്ന സമയത്തുള്ള പ്രതിഷേധ സമരങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ജയിലിൽ പോയ വനിത കൂടിയാണ് AV കുട്ടിമാളുവമ്മ. ആനക്കര വടക്കത്ത് കുട്ടിമാളുവമ്മ എന്നാണ് AV കുട്ടിമാളുവമ്മയുടെ പൂർണ്ണമായ പേര്. ആനക്കര വടക്കത്ത് കുട്ടിമാളുവമ്മ. അപ്പൊ തിരുവനന്തപുരം പ്രദേശത്ത് നിന്നല്ല AV കുട്ടിമാളുവമ്മ എന്ത് സംഘടിപ്പിക്കുന്നത്? ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത് മലബാർ പ്രദേശത്ത് നിന്നാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതിൽ തെറ്റായ പ്രസ്താവന, തെറ്റായ ജോഡി ഏതാണ്? ഈ പറഞ്ഞ ഓപ്ഷൻ ഡി ആണ്. തിരുവനന്തപുരത്ത് നിന്നല്ല AV കുട്ടിമാളുവമ്മ ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നത്, മലബാർ പ്രദേശത്ത് നിന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി വരേണ്ട 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ ഉപ്പ് സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയത് അത് അംശി നാരായണപിള്ളയാണ്. വരിക സഹചരെ എന്ന ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് സംഘടിപ്പിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, പാലക്കാട് നിന്ന് സംഘടിപ്പിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ, പയ്യന്നൂരിൽ നിന്ന് സംഘടിപ്പിച്ചത് കെ കേളപ്പൻ എന്ന് വെച്ചാൽ പ്രധാന നേതാവ് കെ കേളപ്പൻ. തിരുവനന്തപുരത്ത് നിന്ന് ആരല്ല സംഘടിപ്പിച്ചത്? തിരുവനന്തപുരത്ത് നിന്ന് AV കുട്ടിമാളുവമ്മ അല്ല സംഘടിപ്പിച്ചത്, മറിച്ച് AV കുട്ടിമാളുവമ്മ ഇവിടുന്ന് സംഘടിപ്പിച്ചത് ഈ പറഞ്ഞ മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നിന്നാണ് എന്ത് സംഘടിപ്പിക്കുന്നത്? 1930 ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത് എന്നൊന്ന് ഓർത്തു വെക്കണം. ദെൻ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രധാന കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. പയ്യന്നൂരിനെ അറിയപ്പെടുന്ന പേര് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി ചോദ്യം നോക്കിയേ. അഭിനവ് ഭാരത് യുവക് സംഘ് എന്ന കർഷക സംഘടന സ്ഥാപിച്ച വ്യക്തി ആരെന്നാണ് ചോദ്യം. അവിടെ ഉപ്പ് സത്യാഗ്രഹം പറഞ്ഞപ്പം 2 പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഒന്ന്, കുഞ്ഞിരാമൻ അടിയോടി എന്നറിയപ്പെടുന്ന വ്യക്തിയെ പറ്റി ഒന്ന് ഓർത്തു വെക്കണം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ നിരാഹാര സമരത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയുടെ പേരാണ് PC കുഞ്ഞിരാമൻ അടിയോടി. നമ്മൾ വരും ക്ലാസ്സിലൊക്കെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തോളാം. ഇപ്പൊ നമ്മൾ റിവിഷൻ എടുത്തു പോകുന്നത് അഭിനവ് ഭാരത് യുവക് സംഘം എന്ന സംഘടന, കർഷക സംഘടന സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ പറയുന്ന AV കുഞ്ഞമ്പുവുമായി ബന്ധപ്പെട്ട അഭിനവ് ഭാരത് യുവക് സംഘ എന്ന സംഘടന, കർഷക സംഘടന സ്ഥാപിച്ചത് AV കുഞ്ഞമ്പുവാണ്. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. AK ഗോപാലൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. AK ഗോപാലന്റെ പ്രത്യേകത എന്താ? പട്ടിണി ജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ AK ഗോപാലനാണ്. അതൊന്ന് ഓർത്തു വെക്കണം. പട്ടിണി ജാഥ നടത്തിയത് AK ഗോപാലനാണ്. തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം സംഘടിപ്പിച്ചത് AK ഗോപാലനാണ്. പാവങ്ങളുടെ
പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെ? AK ഗോപാലൻ. ഇനി KP ഗോപാലൻ, ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ KP ഗോപാലൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുണ്ട്. എന്താ ഈ KP ഗോപാലന്റെ പ്രത്യേകത? വേറെ ഒന്നുമില്ല, കേരളത്തിൽ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല, വ്യവസായ വകുപ്പ് മന്ത്രി. കേരളത്തിൽ ആദ്യത്തെ 1ാം EMS മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രി. ഒന്ന് ഓർത്തു വെക്കണേ, വ്യവസായ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് KP ഗോപാലനാണ്. കേരളത്തിൽ ആദ്യത്തെ വ്യവസായ വകുപ്പ് മന്ത്രി. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ വകുപ്പ് മന്ത്രി KP ഗോപാലന. കേരളത്തിലെ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലന. ഇനി KPR ഗോപാലൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, മൊറാഴ സമരം ഉണ്ടല്ലോ. മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട 1940കളിലെ മൊറാഴ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരുടെ പേരാണ് എന്ത്? അത് KPR ഗോപാലൻ. എല്ലാം കൂടെ തിരിയരുത്. AK ഗോപാലൻ വേറെ, AV കുഞ്ഞമ്പു വേറെ, KP ഗോപാലൻ വേറെ, KPR ഗോപാലൻ വേറെ. 4 ഉത്തരമാണ്. അപ്പൊ അഭിനവ് ഭാരത് യുവക് സംഘ് എന്ന സംഘടന ആരംഭിച്ചത് ആരാണ്? അത് AV കുഞ്ഞമ്പു ആണ്. ഒന്ന് ഓർത്തു നോക്കുക. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ മൊറാഴ സമരത്തെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. മൊറാഴ സമരം നടക്കുന്നത് 1940ലാണ്. മൊറാഴ സമരം നടക്കുന്നത്. മൊറാഴ സമരം നടന്ന ജില്ല അത് കണ്ണൂരാണ്. മൊറാഴ സമരം നടന്ന വർഷമെന്ന 1940. മൊറാഴ സമരം നടന്ന ജില്ല ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണ്. ഈ മൊറാഴ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യുന്നു? KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കും. ഈ വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ, അതായത് വധശിക്ഷ മാറ്റി ജീവപര്യന്തമാക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഇടപെടൽ കൊണ്ടാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അഭിനവ് ഭാരത് യുവക് സംഘ് എന്ന സംഘടന, കർഷക സംഘടന സ്ഥാപിച്ചത് ആരാണ്? അത് AV കുഞ്ഞമ്പു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിലേക്ക് വന്നാൽ മൊറാഴ സമരം 1940 കണ്ണൂർ. ശരിയാണ്. മൊറാഴ സമരം നടക്കുന്നത് 1940. മൊറാഴ സമരത്തിന്റെ നേതാവ് ആരാണ്? ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാവ് KPR ഗോപാലനാണ് മൊറാഴ സമരത്തിന്റെ നേതാവ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ മൊറാഴ സമരം നടന്ന വർഷം 1940. മൊറാഴ സമരം നടന്ന പ്രദേശം ചോദിച്ചാൽ കണ്ണൂർ. മൊറാഴ സമരത്തിന്റെ നേതാവ് ആരാണ്? അത് KPR ഗോപാലൻ. അത് കിട്ടി. അടുത്ത ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ കയ്യൂർ സമരം 1941 കണ്ണൂരിൽ നടന്നു എന്നാണ് കൊടുത്തേക്കുന്നത്. തെറ്റാണ്. കയ്യൂർ സമരം നടക്കുന്നത് കണ്ണൂരിലാണോ? തെറ്റ്. കയ്യൂർ സമരം നടക്കുന്നത് 1941 കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് എന്ത് നടക്കുന്നത്? കയ്യൂർ സമരം നടക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റി നമ്മൾ പഠിക്കണം. ഒന്ന്, കയ്യൂർ സമരം നായകൻ എന്നറിയപ്പെടുന്ന കേരള മുഖ്യമന്ത്രി ഉണ്ട്. EK നായനാരെ സംബന്ധിച്ചു. പക്ഷേ കയ്യൂർ സമരത്തിന് പ്രധാനപ്പെട്ട നേതാക്കൾ എന്നറിയപ്പെടുന്നത് ഒന്ന് മഠത്തിൽ അപ്പു, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ മഠത്തിൽ അപ്പു ഈ കയ്യൂർ സമരത്തിന്റെ പ്രധാന നേതാവ്. കുഞ്ഞമ്പു നായർ പ്രധാന നേതാവ്. ചിരികണ്ഠൻ പ്രധാന നേതാവ്. അബൂബക്കർ പ്രധാന നേതാവ്. മറക്കല്ലേ, അബൂബക്കർ, ചിരികണ്ഠൻ, കുഞ്ഞമ്പു നായർ, മഠത്തിൽ അപ്പു. ഈ 4 പ്രധാനപ്പെട്ട വ്യക്തികളെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ചില ആളുകൾ മനസ്സിൽ കരുതും C കൃഷ്ണൻ നായർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടോ? ഉണ്ട്. ചുരിക്കാടൻ കൃഷ്ണൻ നായർ എന്നറിയപ്പെടുന്ന വ്യക്തി ഈ പറയുന്ന കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുക. അദ്ദേഹം പ്രായപൂർത്തിയാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഈ പറഞ്ഞ ചുരിക്കാടൻ കൃഷ്ണൻ നായർ എന്ത് ചെയ്യും? ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞയക്കും. അത് ഓർത്തു വെക്കുക. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കോട് നദിയാണ്. കരിയങ്കോട് നദിയുടെ മറ്റൊരു പേര് തേജസ്വിനി നദി എന്നാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് കയ്യൂർ സമരം 1941 കണ്ണൂർ ജില്ലയിലല്ല, കാസർഗോഡ് ജില്ലയിലാണ് എന്ന് ഓർത്തുവെക്കുക. ദെൻ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഒന്ന്, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന എന്ന നോവലുമായി ബന്ധപ്പെട്ട് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയ കന്നഡ സാഹിത്യകാരന്റെ പേരെന്താണ്? അത് നിരഞ്ജന എന്നാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് മീനമാസത്തിലെ സൂര്യൻ എന്നാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കയ്യൂരും കരിവള്ളൂരും എന്ന പുസ്തകം എഴുതിയതാരാണ്? കയ്യൂരും കരിവള്ളൂരും എന്ന പുസ്തകം എഴുതിയത് AV കുഞ്ഞമ്പുവും, കയ്യൂർ സമരചരിത്രം എന്ന പുസ്തകം എഴുതിയത് VV കുഞ്ഞമ്പുവുമാണ്. അത് ഓർത്തു വെക്കുക. 2016 75ാം വാർഷികം ആഘോഷിച്ച കേരള ചരിത്ര മുന്നേറ്റം കൂടിയായിരുന്നു ഈ പറഞ്ഞ കയ്യൂർ സമരം. അതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് മഠത്തിൽ അപ്പുവിനെ മറക്കരുത്. കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, അബൂബക്കർ. പിന്നെ ഒരാളും കൊണ്ട് ചുരിക്കാടൻ കൃഷ്ണൻ നായർ അല്ലെങ്കിൽ C കൃഷ്ണൻ നായർ. അദ്ദേഹത്തെ എന്ത് ചെയ്തില്ല? തൂക്കിലേറ്റിയില്ല. മറിച്ച് ഈ പറഞ്ഞ 4 വ്യക്തികളെ, മഠത്തിൽ അപ്പുവിനെയും കുഞ്ഞമ്പു നായറിനെയും ചിരുകണ്ഠനെയും അബൂബക്കറിനെയൊക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? തൂക്കിലേറ്റി. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക.
ഇത് നമുക്ക് വേണ്ടത് കീഴരിയൂർ ബോംബ് കേസാണ്. കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത് 1942 കോഴിക്കോട് ജില്ലയിലാണ് ഈ കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്. അപ്പൊ അതും ശരിയാണ്. അതിലേക്ക് ലോജിക്കിലേക്ക് വരിക. 1942 പ്രത്യേകത എന്താ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടത്തിയ പ്രക്ഷോഭത്തിന്റെ പേരാണെന്ത്? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം 1942. ഈ കീഴരിയൂർ ബോംബ് കേസിന് ഒരു നേതാവുണ്ട്. നേതാവിന്റെ പേര് KB മേനോൻ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. കീഴരിയൂർ ബോംബ് കേസിന്റെ നേതാവ് KB മേനോൻ ആണ്. കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ഈ കീഴരിയൂർ ബോംബ് കേസിന്റെ പശ്ചാത്തലത്തിൽ സ്വതന്ത്ര ഭാരതം എന്നറിയപ്പെടുന്ന മാസികയുണ്ട്. ഒന്നുമില്ല, കീഴരിയൂർ ബോംബ് കേസിന്റെ പശ്ചാത്തലത്തിൽ മലബാർ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ സൗജന്യമായി വിതരണം ചെയ്ത രഹസ്യ പത്രിക അല്ലെങ്കിൽ സൗജന്യ മാസിക ഏതെന്ന് ചോദിച്ചാൽ അത് സ്വതന്ത്ര ഭാരതമാണ്. സ്വതന്ത്ര ഭാരതം എന്ന മാസിക സ്ഥാപിച്ചത് KB മേനോനാണ്. ആരംഭിച്ച വർഷം മറക്കല്ലേ, 1942 കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചാണ് എന്ത് സ്വതന്ത്ര ഭാരതം എന്ന മാസിക പബ്ലിഷ് ചെയ്യുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മളെ പരീക്ഷ ഹാളിൽ കയറുമ്പോൾ തിരിയുന്ന അല്ലെങ്കിൽ കുഴപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മൊറാഴ സമരം നടന്നത് കണ്ണൂരിലാണ്. മൊറാഴ സമരം കണ്ണൂരിലാണ്. കരിവള്ളൂർ സമരം കണ്ണൂരിലാണ്. കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത് കോഴിക്കോടാണ്. പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് ആലപ്പുഴയിലാണ്. കയ്യൂർ സമരം നടക്കുന്നത് എവിടെയാണ്? അത് കാസർഗോഡ്. ഈ 4 വസ്തുതകൾ നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ തുലാം 10 സമരം. തുലാം 10 സമരത്തിന്റെ മറ്റൊരു പേരാണല്ലോ പുന്നപ്ര വയലാർ സമരം. ഈ തുലാം 10 സമരം നടക്കുന്ന വർഷം 1946 പുന്നപ്ര വയലാർ സമരത്തിന്റെ പ്രധാനപ്പെട്ട ജില്ല എവിടാണ്? അത് ആലപ്പുഴയാണ്. എന്താ ഈ പറയുന്ന പുന്നപ്ര വയലാർ സമരം? അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം ആര് കൊണ്ടുവരും? CP രാമസ്വാമി അയ്യർ എന്നറിയപ്പെടുന്ന ദിവാൻ കൊണ്ടുവരും. അതിനെതിരെ നടത്തിയ സമരത്തിന്റെ പേരാണ് തുലാം 10 സമരം അല്ലെങ്കിൽ പുന്നപ്ര വയലാർ സമരം. ഈ പുന്നപ്ര വയലാർ സമര സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ CP രാമസ്വാമി അയ്യറാണ്. അദ്ദേഹമാണ് അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ കൊണ്ടുവരുന്നത്. അതിനെതിരെ എന്തുവരും? പ്രതിഷേധ സമരം വരും. അവരൊരു മുദ്രാവാക്യം മുഴക്കും, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ പല സ്ഥലങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാവും. അങ്ങനെ CK കുമാരപ്പണിക്കർ എന്നറിയപ്പെടുന്ന വയലാർ സ്റ്റാലിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന CK കുമാരപ്പണിക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറഞ്ഞ സമരത്തിൽ പങ്കെടുത്ത് അവസാനം ഈ സമരം എന്ത് ചെയ്യുന്നു? വിജയിക്കുന്നു. അങ്ങനെ CP രാമസ്വാമി അയ്യറിനെ വധിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് KCS മണി എന്നാണ്. ചിദംബര സുബ്രഹ്മണ്യ മണി എന്നറിയപ്പെടുന്ന KCS മണിയാണ് CP രാമസ്വാമി അയ്യറിനെ വധിക്കാൻ ശ്രമിച്ച വിപ്ലവകാരി. ഈ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദനാണ്. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം എഴുതാനാണ് VS അച്യുതാനന്ദൻ. ഈ പറഞ്ഞ പുന്നപ്ര വയലാർ സമരത്തെ കണക്ട് ചെയ്യുമ്പം 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണം. ഒന്ന്, പുന്നപ്ര വയലാർ സമരം ആസ്പദമാക്കി P കേശവദേവ് എഴുതിയ നോവലിന്റെ പേര് ഉലക്ക എന്നാണ്. P കേശവദേവ് എഴുതിയ നോവലിന്റെ പേര് ഉലക്ക എന്നാണ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കൃതിയുണ്ട്. അത് തലയോടാണ്. ഈ പറഞ്ഞ പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വയലാർ ഗർജിക്കുന്നു എന്ന പുസ്തകം എഴുതിയത് P ഭാസ്കരനാണ്. വയലാർ ഗർജിക്കുന്നു P ഭാസ്കരൻ. തലയോടെന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. ഉലക്ക എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് P കേശവദേവ. ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് വരുന്നു. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അപ്പു, കുഞ്ഞമ്പു നായർ, ചിരികണ്ഠൻ, അബൂബക്കർ എന്നിവരെ തൂക്കിലേറ്റുകയുണ്ടായി. എന്നാൽ പ്രായപൂർത്തിയാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കപ്പെട്ട വ്യക്തിയുടെ പേര് ചുരിക്കാടൻ കൃഷ്ണൻ നായർ അല്ലെങ്കിൽ C കൃഷ്ണൻ നായർ അല്ലയോ? അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണം. ഇപ്പൊ പഠിപ്പിച്ചതേ ഉള്ളൂ, ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത്, പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് C കേശവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് C കേശവനാണ്. ഇനി C കൃഷ്ണന്റെ പ്രത്യേകത എന്താ? C കൃഷ്ണനാണ് കോഴിക്കോട് തളിക്ഷേത്ര സമരത്തിന്റെ പ്രധാന നേതാവ്. C കേശവന് ഒരു ആത്മകഥയുണ്ട്.
ജീവിത സമരം. സി കൃഷ്ണന്റെ ഒരു ആത്മകഥയുണ്ട് ജീവിത മത്സരം. VS അച്യുതാനന്ദന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദനാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ CP രാമസ്വാമി അയ്യർ. ഈ CP രാമസ്വാമി അയ്യർക്കെതിരെയാണ് ഏത് സമരം നടക്കുന്നത്? പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. അതുകൊണ്ടാണ് CP രാമസ്വാമി അയ്യറിനെ വധിക്കാൻ ശ്രമിച്ച വിപ്ലവകാരി ആരാകുന്നത്? KCS മണി എന്നറിയപ്പെടുന്ന K ചിദംബര സുബ്രഹ്മണ്യ മണിയാകുന്നത്. ഒന്ന് ഓർത്തു വെക്കണേ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വന്നേ. താഴെ പറയുന്നവയിൽ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാ ചോദ്യം. സ്വതന്ത്ര ഭാരതം എന്ന മാസിക സ്ഥാപിച്ചത് KB മേനോന. ഇന്ന് നമ്മൾ പഠിപ്പിച്ചതാ. സ്വതന്ത്ര ഭാരതം എന്ന മാസിക സ്ഥാപിച്ചത് ആരാ? അത് KB മേനോനാണ്. ഏത് വർഷമാ ഈ പറഞ്ഞ കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്? 1942 കോഴിക്കോട് ജില്ലയിലാണ് എന്ത് നടക്കുന്നത്? കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്. ഈ കീഴരിയൂർ ബോംബ് കേസിന്റെ പ്രധാന നേതാവ് ആരാണ്? അത് KB മേനോനാണ്. ഇനി ഈ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ, മറക്കല്ലേ, ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം എഴുതിയത് VA കേശവൻ നായർ. അതും ശരിയാണ്. ഈ പറഞ്ഞ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട്, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട്, കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് ഓരോ പോയിന്റും നമ്മൾ പഠിച്ചു പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? അത് VA കേശവൻ നായരാണ്. അടുത്തത് കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തമിഴ് നാടകമാണ് വന്ദേ ഭാരതം. തെറ്റ്, വന്ദേ മാതരമാണ്. വന്ദേ മാതരം എന്ന് പറയുന്നത് എന്താണ്? പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ്. കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകത്തിന്റെ പേരാണേത്? വന്ദേ മാതരം. തമിഴ് നാടകമല്ല, ഹിന്ദി നാടകമാണേത്? വന്ദേ മാതരം. അപ്പൊ അത് തിരുത്തി പഠിക്കണം. അടുത്തത് ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റമാണ് ഈ പറയുന്ന കീഴരിയൂർ ബോംബ് കേസ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ A ഓപ്ഷൻ ശരിയാണ്, B ഓപ്ഷൻ ശരിയാണ്, D ഓപ്ഷൻ ശരിയാണ്, C തെറ്റാണ്. എങ്ങനെയാ തിരുത്തുന്നത്? കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണേത്? വന്ദേ മാതരം. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂജൻ ചോദ്യത്തിലേക്ക് വരുന്നു. ഓപ്ഷൻ താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ A ഉദയംപേരൂർ സുന്നഹദോസ് 1599. ഓപ്ഷൻ B കൂനൻ കുരിശ് സത്യം 1653. ഓപ്ഷൻ D വേലൂർ മാറുമറയ്ക്കൽ സമരം 1952. ഓപ്ഷൻ D മലയാളി മെമ്മോറിയൽ 1881. നിങ്ങൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഏത് തന്നെയായിരിക്കും എഴുതാൻ സാധ്യതയുള്ളത്? താഴെ പറയാൻ തെറ്റായ ജോഡി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ D അല്ലയോ? മലയാളി മെമ്മോറിയൽ 1881 അല്ലേ? അല്ല, 1891 മലയാളി മെമ്മോറിയൽ. അപ്പൊ ഈ പറയുന്ന ഉദയംപേരൂർ സുന്നഹദോസിനെ പറ്റി നമ്മൾ പഠിക്കണം, കൂനൻ കുരിശ് സത്യത്തെ പറ്റി നമ്മൾ പഠിക്കണം, വേലൂർ മാറുമറയ്ക്കൽ സമരത്തെ പറ്റി നമ്മൾ പഠിക്കണം, മലയാളി മെമ്മോറിയലിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന 4 സമരങ്ങളെ പറ്റിയുള്ള അഡീഷണൽ പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഓരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ നോക്കിയേ, ഉദയംപേരൂർ സുന്നഹദോസ് 1599 ശരിയാണ്. കാരണം എന്താ ഈ ഉദയംപേരൂർ സുന്നഹദോസ്? ഇംഗ്ലീഷിലൊക്കെ പഠിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. സിനോഡ് ഓഫ് ഡയംബർ എന്നാണ് ഉദയംപേരൂർ സുന്നഹദോസിനെ പറ്റി നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത്. അതിലേക്കൊന്നും പോകേണ്ട. 1599 ഉദയംപേരൂർ സുന്നഹദോസ്. എന്തുവായി ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി ഉദയംപേരൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നടത്തിയ പുരോഹിത സമ്മേളനത്തിന്റെ പേരാണ് ഉദയംപേരൂർ സുന്നഹദോസ് 1599. ഈ ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷ സ്ഥാനം, ഇതൊരു പുരോഹിത സമ്മേളനമാണല്ലോ, അതിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതിന്റെ അധ്യക്ഷ സ്ഥാനം, അതിൽ 813 പേര് പങ്കെടുത്തു. അതിൽ അധ്യക്ഷ സ്ഥാനം ആരാണ്? അലക്സിസ് ഡി മെനസിസ്. അപ്പൊ എന്താ ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറഞ്ഞാൽ? കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി ഉദയംപേരൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കൂടിയ പുരോഹിത സമ്മേളനത്തിന്റെ പേരാണ് ഉദയംപേരൂർ സുന്നഹദോസ്. നടന്ന വർഷം 1599. അധ്യക്ഷ സ്ഥാനം മറക്കല്ലേ, അലക്സിസ് ഡി മെനസിസ് ആണ്. എത്ര പേരാ പങ്കെടുത്തേ? 813 പേര് പങ്കെടുത്തു. അടുത്ത നോക്കിയേ, കൂനൻ കുരിശു സത്യം 1653. ശരിയാ, കൂനൻ കുരിശ് സത്യം നടക്കുന്നത് 1653. അതിന്റെയും ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സുന്നഹദോസ് തീരുമാനം, ഈ പറയുന്ന ഉദയംപേരൂർ സുന്നഹദോസ് നടത്തിയ പുരോഹിതന്മാരുടെ സമ്മേളനം ഉണ്ടല്ലോ, അതിൽ ഈ പറഞ്ഞ തീരുമാനങ്ങൾ, സുന്നഹദോസിന്റെ തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 1653 മട്ടാഞ്ചേരിയിലെ
കുരിശിന്, പ്രാചീന കുരിശ്, മട്ടാഞ്ചേരിയിൽ ഒരു പ്രാചീന കുരിശുണ്ട്, അതിനു മുന്നിൽ ആളുകളെ സമ്മേളിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് കൂനൻ കുരിശു സത്യം. നടന്ന വർഷം 1653 ജനുവരി മാസം 3 അതിലേക്കൊന്നും നിങ്ങൾ പോണ്ട. 1653 കൂനൻ കുരിശു സത്യം എന്ന് മറക്കരുത്, ഓർത്തു വെച്ചേക്കുക. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ പോയാൽ ഓപ്ഷൻ സി, വേലൂർ മാറുമറയ്ക്കൽ സമരം. അത് ശരിയാണ്, 1952. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളൊക്കെ കുഴഞ്ഞു പോകും. കാരണം എന്താണെന്നറിയോ? എന്തോ ഈ വേലൂർ മാറുമറയ്ക്കൽ സമരം? ഒന്നുമില്ല, ചാന്നാർ ലഹളയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി പറയുക, ഈ പറയുന്ന പോയിന്റ് സൈഡിലോട്ട് മാറ്റി ഒന്ന് എഴുതിക്കോണം. 1812, 1812, 13, 1822, 1859 ഈ 4 വർഷങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേ. ഒന്നാമത്തത് 1812 തെക്കൻ തിരുവിതാംകൂറിൽ, ഇപ്പൊ ഞാൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഞാൻ ഒരു ചാന്നാർ സ്ത്രീയാണെന്നിരിക്കട്ടെ, തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാർ സ്ത്രീയായ രഞ്ജിത്തിന് മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരമില്ല. 1812 ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് ചാന്നാർ സ്ത്രീകൾ എന്ത് ചെയ്യും? മേൽമുണ്ട് ധരിക്കാൻ വേണ്ടി സമരം നടക്കും. 1812. സ്ഥലം എവിടെയാ? തിരുവിതാംകൂറിന് തെക്കൻ. അപ്പൊ നമുക്ക് തെക്കൻ തിരുവിതാംകൂർ എന്ന് പറയാം. 1812. ഇത് കണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാരനായ കേണൽ മൺറോ ഒരു നിയമം കൊണ്ടുവരും. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാം. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ കുറച്ചാളുകളെങ്കിലും എങ്ങോട്ട് കൺവേർട്ട് ആവും? ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ആവും എന്ന് കരുതി, ഈ പറയുന്ന ആളുകൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് കരുതി കേണൽ മൺറോ നിയമം കൊണ്ടുവരും 1812, 13. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാവും. അങ്ങനെ 1822 ഒന്നാം ചാന്നാർ സമരം നടക്കും. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 1812 തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാർ കലാപം തുടങ്ങി. അതിന്റെ പശ്ചാത്തലത്തിൽ 1812, 13 ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയാൽ ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാം എന്നൊരു നിയമം ആര് കൊണ്ടുവരും? കേണൽ മൺറോ കൊണ്ടുവരും. അത് വിവാദമാകും. ദെൻ 1822 ഒന്നാം ചാന്നാർ സമരം സംഘടിപ്പിക്കും. ഈ ഒന്നാം ചാന്നാർ സമരത്തിന്റെ പ്രധാന നേതാവാണ് വൈകുണ്ഠസ്വാമികൾ. ചാന്നാർ സമരത്തിന്റെ 4 വാക്കാണ് നമുക്ക് പഠിക്കേണ്ടത്. മേൽമുണ്ട് സമരം, ചാന്നാർ സമരം, മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്. ഈ 4 പേരിലും അറിയപ്പെടുന്നത് എന്തിനെ തന്നെയാ? ഈ ചാന്നാർ സമരത്തെ തന്നെയാണ്. 1859 ജൂലൈ 26, 1859 ജൂലൈ 26 ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കും. ഉത്രം തിരുനാൾ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കും. ചാന്നാർ വിളംബരം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയുടെ പേര് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കുന്നത് ചോദിച്ചാൽ ഹാരിസൺ പ്രഭു, മദ്രാസ് ഗവർണറായ ഹാരിസൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? ഈ പറയുന്ന ചാന്നാർ വിളംബരം ആര് പ്രഖ്യാപിക്കുന്നേ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പ്രഖ്യാപിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ അത്രയും ഏരിയ ക്ലിയർ ആയി. ഓക്കെ ആണല്ലോ. കേരളത്തിൽ ആദ്യത്തെ സാമൂഹ്യ കലാപം എന്നറിയപ്പെടുന്നത് ചാന്നാർ കലാപമാണ്. ഈ ചാന്നാർ കലാപം 1859 ജൂലൈ 26 അല്ലയോ ചാന്നാർ വിളംബരം. ആ ചാന്നാർ വിളംബരത്തിന് ശേഷം നോക്കൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 47, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു 1950. അതിനുശേഷവും വേലൂർ മാറുമറയ്ക്കൽ സമരം എന്ന് പറഞ്ഞൊരു സമരം നടക്കുക. ഒന്നുമില്ല, തൃശ്ശൂർ ജില്ലയിലെ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ മണിമലർക്കാവ് എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഈ പറഞ്ഞ തൃശ്ശൂർ മണിമലർക്കാവ് ക്ഷേത്രത്തിൽ വേല എന്ന് വെച്ചാൽ ഉത്സവ ദിനത്ത് ഉത്സവം കാണാൻ വേണ്ടി വരുന്ന സ്ത്രീകൾ, അവർണരായിട്ടുള്ള സ്ത്രീകൾ മറച്ചുകൊണ്ട് വരാൻ പാടില്ല എന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ആചാരത്തിനെതിരെ നടത്തിയ സമരത്തിന്റെ പേരാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം. വേലൂർ മാറുമറയ്ക്കൽ സമരം നടന്ന വർഷം 1952. 3 പ്രധാനപ്പെട്ട വനിതകളാണ് ഈ വേലൂർ മാറുമറയ്ക്കൽ സമരത്തിന്റെ 3 വനിതകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, KK കുറുമ്പ, KC കാളിക്കുട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, KK കുറുമ്പ, KC കാളിക്കുട്ടി എന്നറിയപ്പെടുന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികളാണ് എന്തിന്റെ? വേലൂർ മാറുമറയ്ക്കൽ സമരത്തിന്റെ 3 വനിതകൾ. അതൊന്ന് ഓർത്തു വെക്കുക. നമുക്ക് വേണ്ടത് അപ്പൊ ഈ പറയുന്ന ഓപ്ഷൻ സിയും ശരിയാണല്ലോ. ഓപ്ഷൻ എ ശരിയാണ്, ജോഡി ശരിയാണ്. ഓപ്ഷൻ ബി ശരിയാണ്, ഓപ്ഷൻ സി ശരിയാണ്, ഓപ്ഷൻ ഡി തെറ്റാണ്. മലയാളി മെമ്മോറിയൽ നടക്കുന്നത് 1881 1891
1891. അപ്പൊ ഇത് തെറ്റല്ലേ? അപ്പൊ തിരുത്തി എഴുതേണ്ട എങ്ങനെയാ? മലയാളി മെമ്മോറിയൽ 1891. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് പരീക്ഷ ആയിക്കോട്ടെ, 2024-25 എഴുതാൻ പോകുന്ന ഏത് പരീക്ഷയിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിലൊന്ന് മലയാളി മെമ്മോറിയൽ ആയിരിക്കും, അല്ലെങ്കിൽ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായും കാണും. അപ്പൊ ചോദ്യത്തിലേക്ക് വരുന്നു. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാ? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ ചോദ്യം ഇതാ, തിരുവിതാംകൂറുകാർക്ക് എന്ന പ്രതിഷേധ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ 1882 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളിൽ പെടാത്തതാര് എന്നാണ് ചോദ്യം. തിരുവിതാംകൂറുകാർക്ക് എന്ന പ്രതിഷേധ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ 1882 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളിൽ പെടാത്തതാരെന്ന ചോദ്യം. GP പിള്ള പുറത്താക്കിയ ആളിൽ വരുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുറത്താക്കിയ വിദ്യാർത്ഥികളിൽ പെടുന്ന ഈ രാമയ്യർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ രാമയ്യർ എന്തിൽ പുറത്താക്കിയിട്ടില്ല? ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്താക്കിയ വ്യക്തികളിൽ പെടുന്നതല്ല. N രാമൻപിള്ള, N രംഗറാവു, ഇങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ആൻസറിലേക്ക് വരണമെങ്കിൽ എന്ത് പഠിക്കണം? മലയാളി മെമ്മോറിയലിനെ പറ്റി ആദ്യം പഠിക്കണമല്ലോ. ഈ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് വർഷമാണ് ആദ്യം പഠിക്കേണ്ടത്. 1891 മലയാളി മെമ്മോറിയൽ നടക്കുന്നത്. എന്താ ഈ മലയാളി മെമ്മോറിയലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? തിരുവിതാംകൂറുകാർക്ക്. അപ്പൊ അന്നേ കാലം വരെ ബ്രിട്ടീഷുകാർ, അല്ലെങ്കിൽ ഈ പറയുന്ന തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ, തിരുവിതാംകൂറിലെ ഉയർന്ന ജോലികളെല്ലാം തമിഴ് ബ്രാഹ്മണരായിട്ടുള്ള ആളുകളെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതിനെതിരെ നടത്തിയ സമരത്തിന്റെ പേരാണ് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം. ഇതിന് പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്ത് വരുന്നത് ബാരിസ്റ്റർ GP പിള്ള എന്നറിയപ്പെടുന്ന GP ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള എന്നറിയപ്പെടുന്ന GP പിള്ളയാണ് നേതൃസ്ഥാനം. അദ്ദേഹമാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന സംവിധാനം കൊണ്ടുവരുന്നത്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം നിങ്ങൾ എഴുതേണ്ടത് ആരെയാണ്? അത് CV രാമൻ പിള്ളയാണ്. ഒന്ന് ഓർത്തു വെക്കുക. ഇനി അതിന്റെ റിലേറ്റഡ് ഫാക്ട് ഉണ്ട്. എത്ര പേര് പങ്കെടുത്തു? ആദ്യം ഒപ്പിട്ടത് ആരാണ്? രണ്ടാമത്തെ ഒപ്പിട്ടത് ആരാണ്? മൂന്നാമത്തെ ഒപ്പിട്ടത് ആരാണ്? ഇത് ആർക്കാണ് സമർപ്പിക്കുന്നത്? ഇതെല്ലാം നമുക്ക് പരിശോധിക്കണം, ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കണം. അപ്പൊ നോക്കിയേ, നമ്മൾ പറഞ്ഞേക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന 4 ഓപ്ഷനിൽ 1882 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾ, ഒന്ന് GP പിള്ള, പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളുള്ള ആളാണ്. ഈ രാമയ്യർ എന്നറിയപ്പെടുന്ന ആള് മാത്രമേ ഉള്ളൂ എന്ത്? അദ്ദേഹം എതിർ മെമ്മോറിയലിന്റെ പ്രധാന നേതാവ്. ഈ പറഞ്ഞ N രാമൻപിള്ള ആയിക്കോട്ടെ, R രംഗറാവു ആയിക്കോട്ടെ, GP പിള്ള ആയിക്കോട്ടെ, ഈ 3 വ്യക്തികളെ, ഈ 3 വിദ്യാർത്ഥികളെ 1882 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്താക്കുക. എന്തിനടിസ്ഥാനത്തിലാണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന പ്രതിഷേധ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ. അപ്പം 1882 തുടങ്ങുക ഈ പറഞ്ഞ തിരുവിതാംകൂർ എന്ന പ്രതിഷേധ സമരത്തിന്റെ പശ്ചാത്തലം. പിന്നീടാണ് 1891 മലയാളി മെമ്മോറിയലിലേക്ക് അത് ലീഡ് ചെയ്യുന്നത്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ ആര് സമർപ്പിക്കുന്നു? GP പിള്ള സമർപ്പിക്കുന്നു. ആർക്ക് സമർപ്പിക്കുന്നു? ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നു. ഇനി ഈ പറയുന്ന മലയാളി മെമ്മോറിയൽ ആകെ 10,028 പേര് ഒപ്പിടും. 10,028 പേര് ഒപ്പിടും. ഒന്നാമത്തെ ഒപ്പിട്ട ആളുടെ പേര് KP ശങ്കരമേനോൻ എന്ന. ഒന്നാമത്തെ ഒപ്പിട്ടത് KP ശങ്കരമേനോൻ. രണ്ടാമത്തെ ഒപ്പിട്ടത്, മറക്കല്ലേ, രണ്ടാമത്തെ ഒപ്പിട്ടത് KP ശങ്കരമേനോൻ അല്ല, രണ്ടാമത്തെ ഒപ്പിട്ടത് GP പിള്ള. മൂന്നാമതായിട്ട് ഒപ്പിട്ടത് ഡോക്ടർ പൽപ്പു. അപ്പൊ മൊത്തം 10,028 ഒപ്പാണുള്ളത്. ഒന്നാമത്തെ ഒപ്പിട്ടത് KP ശങ്കരമേനോൻ, രണ്ടാമത്തെ ഒപ്പിട്ടത് GP പിള്ള, മൂന്നാമത്തെ ഒപ്പിട്ടത് ഡോക്ടർ പൽപ്പു, നാലാമത്തെ ഒപ്പിട്ടത് CV രാമൻപിള്ള. അങ്ങനെ 4 പ്രധാനപ്പെട്ട വ്യക്തികളെ പഠിക്കണേ. അപ്പൊ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയതാരാ? അത് CV രാമൻപിള്ളയാ. ഈ മലയാളി മെമ്മോറിയലിന് നിയമ ഉപദേശം നൽകിയ ഒരു ഇംഗ്ലീഷുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നോർട്ടൺ എന്ന. ഈ മലയാളി മെമ്മോറിയലിന് ഒരു മുദ്രാവാക്യമുണ്ട്. എന്ത്? തിരുവിതാംകൂറുകാർക്ക്. ഓക്കെ ആണല്ലോ? ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന മലയാളി മെമ്മോറിയലിന്റെ പശ്ചാത്തലത്തിൽ CV രാമൻപിള്ള എഴുതിയ ലേഖനത്തിന്റെ പേരാണ് വിദേശീയ മേധാവിത്വം. അതൊന്ന് ഓർത്തു വെക്കണേ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം.
നായർ ഈഴവലഹള 1905, കമ്മൻകുളം സമരം 1915, പൗരസമത്വ പ്രക്ഷോഭം 1919, 22. ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം 1923. ഇതിൽ നിങ്ങൾ തന്നെ പറ തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി എന്ന് പറഞ്ഞാൽ ഇതല്ലയോ? ഓപ്ഷൻ ഡി ആണ് തെറ്റ്. നായർ ഈഴവലഹള 1905 നടന്നത്. പഠിക്കണം. ഇതിന് PDF നോട്ട് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നായർ ഈഴവലഹള 1905 നടക്കുന്നത്. നായർ പട്ടാള ലഹളയുണ്ട്, അത് വേറെ ഇത് വേറെ. നായർ ഈഴവലഹള 1905. കമ്മൻകുളം സമരം 1915. ശരിയാ. കമ്മൻകുളം സമരത്തിന് മറ്റൊരു പേരെന്തോന്നറിയാലോ? പെരിനാട് സമരം. ഈ പെരിനാട് സമരത്തിന്റെ മറ്റൊരു പേരാണ് കമ്മൻകുളം സമരം. നടന്ന വർഷം 1915. പ്രധാനപ്പെട്ട നേതാവെന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അത് കിട്ടണം. ഓക്കെ, ഇതേ അയ്യങ്കാളി തന്നെയാ സെയിം വർഷം 1915 തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് ഊരൂട്ടമ്പല ലഹള, 90-ാം ആണ്ട് കലാപം, പുലേ ലഹളയൊക്കെ നടത്തുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. പൗരസമത്വ പ്രക്ഷോഭം നടക്കുന്നത് 1919-22 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാക്കളിൽ പെടാത്തതാര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കുഞ്ഞാപ്പി, ഓപ്ഷൻ ബി നായിഡു, ബാഹുലേൻ, ഗോവിന്ദ പണിക്കർ. ആൻസർ ആയിട്ട് വരേണ്ടത് നായിഡു ആണ് പ്രാദേശിക നേതാക്കളിൽ പെടാത്തത്. 1924 മുതൽ 25 വരെ നടത്തിയ 603 ദിവസം നടത്തിയ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധ സമരമാണല്ലോ വൈക്കം സത്യാഗ്രഹം. തീണ്ടൽ പലക എന്നറിയപ്പെടുന്ന സംവിധാനം ഏത് ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടതാ? ഈ പറഞ്ഞ വൈക്കം സമരവുമായി ബന്ധപ്പെട്ടതാ. വൈക്കം സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് TK മാധവനാണ്. വൈക്കം സമരത്തിന്റെ നേതാവ് TK മാധവനാണ്. വൈക്കം സമരം നടന്ന പ്രദേശം ഉൾപ്പെടെ വൈക്കം സമരം നടന്ന പ്രദേശം കോട്ടയം ജില്ലയാണ്. വൈക്കം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന് തീരത്താണ്. കോട്ടയം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന് തീരത്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരും ക്ലാസ്സിൽ പറയുന്ന ക്ഷേത്ര സമരങ്ങൾ എന്നറിയപ്പെടുന്ന ഏരിയയിൽ എടുത്തോളാം. അടുത്തത് കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഏതാണ്? അത് ഗുരുവായൂരാണ്. ഉറപ്പിച്ച് ഞാൻ പറയുന്നു. 1931 നടത്തിയ ഗുരുവായൂർ സമരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങളുടെ മത്സര പരീക്ഷയിൽ കാണും. അതുകൊണ്ട് അത് ഉറപ്പായും പഠിക്കണം. ദെൻ അടുത്തത് അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് AK ഗോപാലനാണ്. 1961 അമരാവതി സത്യാഗ്രഹം നടക്കുന്നത്. എന്തുവായി അമരാവതി സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് യൂറോപ്പിൽ അറിയപ്പെടുന്ന പേരാണ് കോർവി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേരാണ് വിഷ്ടി, തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന പേരാണ് ഊഴിയം വേല. ദെൻ വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഈ പറയുന്ന ഒരു അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ആ അടിമ സമ്പ്രദായത്തിന്റെ പേരാണ് വല്ലിപ്പണി. ഈ വല്ലിപ്പണിക്കെതിരെ AK ഗോപാലൻ നടത്തിയ സമരത്തിന്റെ പേരാണ് അമരാവതി സത്യാഗ്രഹം. നടന്ന വർഷം 1961. ഓക്കെ ആണല്ലോ. അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ യാചനയാത്ര. 1931 ശരിയാണ്. യാചനയാത്ര സംഘടിപ്പിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭമുണ്ട്. വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത് 1936. ശരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യുതി പ്രക്ഷോഭവും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയിൽ കാണും. ഉറപ്പായിട്ട് ഓർത്തു വെക്കുക. ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം 1936. തെറ്റ്. 1932 എന്ത് നടക്കുന്നത്? നിവർത്തന സമരം നടക്കുന്നത്. നിവർത്തന സമരത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് C കേശവനാണ്. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് IC ചാക്കോയാണ്. കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? നിവർത്തന പ്രക്ഷോഭമാണ്. അതൊന്നും ഓർത്തു വെക്കുക. അപ്പൊ നിവർത്തന പ്രക്ഷോഭം 1936 എത്രയാണ്? 1932. ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പൊ അത് ശരിയാണ്. അപ്പൊ A ഓപ്ഷൻ ശരിയാണ്, B ഓപ്ഷൻ ശരിയാണ്, C ഓപ്ഷൻ തെറ്റാണ്. നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന വർഷം 1932. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റി പഠിക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവനാണ്. അതുകൊണ്ടാണ് TK മാധവനെ കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂരാണ്. ക്ഷേത്രപ്രവേശന
വിളംബരം പ്രഖ്യാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയും ഏരിയ നിങ്ങൾ കവർ ചെയ്താൽ എത്ര മാർക്കാണോ ചോദിക്കുന്നത് അത്രയും മാർക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയിൽ കാണും. ഇതൊരു പ്രവചനമാണ്. അതല്ലാതെ ഒരു മത്സര പരീക്ഷയുടെയും പ്രധാനപ്പെട്ട ചോദ്യം ചോർത്തി നിങ്ങളുടെ മുന്നിലേക്ക് തരുവല്ല. ഇതെല്ലാം മത്സര പരീക്ഷയിൽ കാലാകാലങ്ങളായി ചോദിക്കുന്നതാണ്. ഇതിൽ SCERT ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, NCERT ആഡ് ചെയ്തിട്ടുണ്ട്, കേരള ചരിത്രത്തിൽ എന്നാൽ കഴിയുന്ന മുഴുവൻ കണ്ടന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കുക. മത്സര പരീക്ഷയിൽ നമുക്ക് 1 മാർക്കിൽ കൂടുതൽ അല്ലെങ്കിൽ എത്ര മാർക്കാണോ അത്രയും മാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.